തുടങ്ങാം. കൃഷ്ണ ജയ രഥ മാധവ കുഞ്ച വിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി രഥ മാധവ കുഞ്ച വിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി ജയ രഥ മാധവ കുഞ്ച വിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി മാധവ കുഞ്ച വിഹാരി ഗോപിജന വല്ലഭ യശോദനന്ദന വ്രജജന രഞ്ജന യശോദനന്ദന വ്രജജന രഞ്ജന യശോദനന്ദന വ്രജജന രഞ്ജന യശോദനന്ദന യമുനതീര വനചാരി യമുനതീര വനചാരി യമുനതീര വനചാരി തീര ജയ രഥ മാധവ കുഞ്ച വിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി ജയ രഥ മാധവ ഗോപിജന വല്ലഭ ഗിരിവരധാരി യശോദനന്ദന വ്രജജന രഞ്ജന യശോദനന്ദന വ്രജജന യമുനതീര വനചാരി യമുനതീര വനചാരി ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭാഗവൃന്ദ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭാഗവൃന്ദ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ
जय सुदर्शन जय गौरनिताय 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 जय नरसिंहदेव जय नरसिंहदेव जय नरसिंहदेव जय नरसिंहदेव जय नरसिंहदेव जय नरसिंहदेव नरसिंहदेव जय नरसिंहदेव जय पंचतत्वा जय पंचतत्वा जय पंचतत्वा जय पंचतत्वा जय पंचतत्वा जय पंचतत्वा पंचतत्वा जय पंचतत्वा जय जय प्रभुपाद 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 जय जय श्रील प्रभुपाद जय जय प्रभुपाद 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 जय 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 गुरुदेव 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 जय श्रील गुरुदेव जय जय गुरुदेव निताय गौर हरि बोल हरि बोल हरि बोल निताय गौर हरि बोल निताय गौर हरि बोल हरि बोल हरि बोल निताय गौर हरि बोल। हरे कृष्णा। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललितश्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्ता राधाकान्त नमोऽस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु अभद्रेषु नित्यं भागवतसेवया भगवति उत्तमश्लोके भक्तिर्भवति नैष्ठिकी। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनधारिणं परमानन्दमाधवं श्रीचैतन्य ईश्वरं। नमामो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिन्निति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशकारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय।
ഹരേ കൃഷ്ണ. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ഹരി ഓം തത്സത്. അപ്പോൾ ഇന്ന് ഭഗവത്ഗീത അധ്യായം 18 ആരംഭിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. അധ്യായം തുടങ്ങാൻ തന്നെയുള്ളത് ഒരു മഹാഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. അപ്പോൾ നമ്മളങ്ങനെ നീണ്ട 17 അധ്യായങ്ങൾ നമ്മൾ കടന്ന് 18ാം അധ്യായത്തിൽ സന്യാസത്തിന്റെ പരിപൂർണതയിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പൊ നമുക്കറിയാം ഭഗവത്ഗീതയിലെ 18 അധ്യായങ്ങളുണ്ട്. ഈ 18 അധ്യായത്തിൽ ഈ 17 അധ്യായത്തിലൂടെ തന്നെ ഭഗവാൻ ഗീതോപദേശം ഏതാണ്ട് പറഞ്ഞു കഴിഞ്ഞു അല്ലെ. 17ാം അധ്യായത്തിന്റെ അവസാനമാവുമ്പോൾ ഓം തത്സത്തിലാണ് അവസാനിക്കുന്നത്. എന്ത് ചെയ്യുന്നതും നമ്മൾ ഓം തത്സത് എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് കൃഷ്ണാബോധത്തിൽ ചെയ്യുന്ന കാര്യമാണ് 17 പറഞ്ഞു നിർത്തുന്നത്. അധ്യായം 2 നമുക്കറിയാം ഗീതാഭിഷേക സംഗ്രഹം. അതുപോലെ തന്നെ അധ്യായം 18 എല്ലാത്തിന്റെയും വീണ്ടും ഒരു സംഗ്രഹമാണ്. വീണ്ടും എല്ലാം വളരെ പ്രധാനപ്പെട്ട തന്നെ ഒരു അധ്യായമാണ് 18. അതിൽ 100 ശ്ലോകമേ എനിക്ക് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ ശ്ലോകം വായിക്കാം. അതിനുശേഷം നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ. അധ്യായം 18 ഭഗവത്ഗീത യഥാരൂപം അധ്യായം 18 സന്യാസത്തിന്റെ പരിപൂർണത. ശ്ലോകം 1 ഏറ്റുചൊല്ലുക. അർജുന ഉവാച സന്യാസസ്യ മഹാബാഹോ സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഹൃഷീകേശ ത്യാഗസ്യ ച ഹൃഷീകേശ പൃഥക്കേശി നിഷൂദന പൃഥക്കേശി നിഷൂദന. അർജുന ഉവാച സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഹൃഷീകേശ പൃഥക്കേശി നിഷൂദന. ഹരേ കൃഷ്ണ. ഹരേ പ്രഭു. സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഹൃഷീകേശ പൃഥക്കേശി നിഷൂദന. അർജുന ഉവാച സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഹൃഷീകേശ പൃഥക്കേശി നിഷൂദന. അർജുന ഉവാച സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഹൃഷീകേശ പൃഥക്കേശി നിഷൂദന. അർജുന ഉവാച സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഹൃഷീകേശ പൃഥക്കേശി നിഷൂദന. അർജുന ഉവാച സന്യാസസ്യ മഹാബാഹോ
त्वमिच्छामि वेदितुं त्यागस्य च ऋषिकेश पृथक्केशि निषूदन. ഹരേ കൃഷ്ണ. വേർഡ് മീനിങ്. അർജുന ഉവാച. അർജുനൻ പറഞ്ഞു, മഹാബാഹോ, ഹേ മഹാബാഹോ, ഋഷികേശ, ഋഷികേശ, കേശി നിഷൂദന, ഹേ കേശി നിഷൂദന, സന്യാസസ്യ, സന്യാസത്തിൻ്റെയും, ത്യാഗസ്യ ച, ത്യാഗത്തിൻ്റെയും, തത്വം, തത്വത്തെ, പൃഥക്, പ്രത്യേകം, വേദിക്കും, അറിയുവാൻ, ഇച്ഛാമി, ഞാൻ ഇച്ഛിക്കുന്നു. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. അർജുനൻ പറഞ്ഞു, മഹാബാഹുവായ കൃഷ്ണ, കേശിയെ അനിച്ചവനും ഇന്ദ്രിയങ്ങളുടെ നാഥനുമായ ഭഗവാനെ ത്യാഗത്തിൻ്റെയും സന്യാസത്തിൻ്റെയും ഉദ്ദേശം എന്തെന്നറിയുവാൻ ആഗ്രഹമുണ്ട്. ഇവിടെ ഭാവാർത്ഥത്തിൽ പ്രഭാതര് വളരെ വിശദമായിട്ട് തന്നെ ആ ഒരു കൺക്ലൂഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, വാസ്തവത്തിൽ 17-ാം അധ്യായത്തിൽ ഭഗവത്ഗീത അവസാനിക്കുന്നു. മുൻ വിവരിച്ച വിഷയങ്ങളുടെ സംക്ഷിപ്തമായ ഒരു അനുബന്ധം അത്രേ 18-ാം അധ്യായം. നേരത്തെ പറഞ്ഞ പോലെ 2-ാം അധ്യായം ഗീതാവിഷയ സംഗ്രഹം അല്ലെ. നമുക്കറിയാം സാഖ്യയോഗം നമ്മളോട് കണ്ടു. അതായത് ആത്മാവും ശരീരവും തമ്മിൽ വേർതിരിച്ചുള്ള ഒരു പഠനം. കാരണം ആദ്യം വേണ്ട ജ്ഞാനമാണ് 2-ാമത്തെ അധ്യായത്തിൽ തന്നെ നമുക്ക് തരും. കാരണം നമ്മളിപ്പോഴും ശരീരചിന്തയിൽ നടക്കുന്നു. അപ്പൊ ശരീരചിന്തയിൽ നിന്ന് നമുക്കുള്ള മാറ്റം ആദ്യം തന്നെ 2-ാം അധ്യായത്തിൽ കിട്ടുന്നു. അതിനുശേഷം നമുക്കറിയാം, ഇപ്പൊ ഭഗവത്ഗീത തന്നെ നമുക്കറിയാം, ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അടുത്ത വരികളിൽ പറഞ്ഞിട്ടുണ്ട് 1 മുതൽ 6 വരെ അധ്യായങ്ങൾ കർമ്മയോഗത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, 1 മുതൽ ആദ്യത്തെ 6 അധ്യായങ്ങളിൽ ഭക്തിഭരിതമായ സേവനത്തിനാണ് പ്രാമുഖ്യം നൽകിയിരിക്കുന്നത് അല്ലെ, ഭാരതി പറയുന്നത്. അപ്പോൾ 1 മുതൽ 6 വരെ അധ്യായത്തിൽ അധികവും പറയുന്നതാണ് കർമ്മയോഗമാണ് പറയുന്നത്. പിന്നെ 7 മുതൽ 12 വരെ അധ്യായത്തിൽ ഭക്തിയോഗത്തിന് ഊന്നൽ നൽകുന്നു. അതാണ് കൃഷ്ണാവബോധത്തിലൂടെ നമ്മൾ എത്തുന്നത് നേരിട്ട് ഭക്തിയോഗത്തിലേക്കും. പിന്നെ 13 മുതൽ 18 വരെ ജ്ഞാനയോഗത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ജ്ഞാനയോഗമാണ് ഈ 13 മുതൽ 18 വരെയുള്ള അധ്യായം. ഇവിടെ ആ 17-ാം അധ്യായത്തിന്റെ അവസാനം എത്തുമ്പോഴേക്കും ഭഗവാൻ പറയുന്നുണ്ട് ഓം തത്സത്, അതായത് എന്തും ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുക. അത് തന്നെയാണ് ഭഗവത്ഗീതയിലുടനീളം ഭഗവാൻ എല്ലാ ശ്ലോകങ്ങളിലും അധ്യായങ്ങളിലും എല്ലാ ശ്ലോകങ്ങളിലും നമ്മളോട് പറയുന്നു. അപ്പൊ കർമ്മയോഗത്തിലേക്ക് ചെന്നാലും 1 മുതൽ 6 വരെ അധ്യായത്തിന്റെ അവസാന അധ്യായമായ 6-ാം അധ്യായം ധ്യാനയോഗം അല്ലെ. 1-ാം അധ്യായം എന്തായിരുന്നു? അർജുന വിഷാദയോ അല്ലെങ്കിൽ കുരുക്ഷേത്ര ഭൂമിയിലെ യുദ്ധക്കളത്തിൽ സൈന്യ നിരീക്ഷണം അല്ലെ, ആദ്യത്തെ അവസ്ഥ. അതായത് നമ്മളുടെ ഭഗവത്ഗീത ആരംഭിക്കുന്നത് ഒരു സൃഷ്ടിയിൽ നിന്നൊന്നുമല്ല അല്ലെ, ആരംഭിക്കുന്ന എവിടെ നിന്നാണ്? ഒരു യുദ്ധത്തിൽ നിന്നാണ് അല്ലെ. അതായത് നമ്മൾ ഒരു കലിയുഗത്തിൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദിവസവും യുദ്ധമാണ് അല്ലെ. രാവിലെ അലാം അടിച്ച് എണീക്കും, ചിലപ്പോൾ അലാമില്ലാതെ എനിക്ക് എണീക്കുമ്പോൾ തന്നെ യുദ്ധം തുടങ്ങും അല്ലെ. ജീവിതത്തോടുള്ള ഒരു യുദ്ധം ആരംഭിക്കും. നമ്മളോട് തന്നെ യുദ്ധം ഉണ്ടാവും, വീട്ടിലുള്ളവരോട് യുദ്ധമുണ്ട്, എല്ലാം ഒരു യുദ്ധങ്ങൾ പോലെയാണ് അല്ലെ. ഓഫീസിലേക്കുള്ള ഒരു യുദ്ധം, പഠിത്ത സ്ഥലത്ത് പോകണമെങ്കിൽ അവിടെ യുദ്ധം, അങ്ങനെ യുദ്ധങ്ങളാണ്. അപ്പൊ അങ്ങനെ യുദ്ധക്കളത്തിൽ നമ്മൾ നിൽക്കുകയാണ് ദിവസവും. ഓരോ ദിവസവും നമുക്ക് പ്രതിസന്ധികളുണ്ട്. അപ്പൊ അർജുനനൊരു പ്രതിസന്ധി വരികയാണ് അല്ലെ. വളരെ വേണ്ടപ്പെട്ടവരെല്ലാം മറുപക്ഷത്താണ്, ധർമ്മം ഈ പക്ഷത്താണ് അല്ലെ. അപ്പൊ ഒരു ഇതികർത്തവ്യ മൂഢനായി നിൽക്കുകയാണ് അർജുനൻ അല്ലെ. കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ അർജുനൻ ആകെ പകച്ചു നിൽക്കുകയാണ്. അപ്പൊ ആ പകച്ചു നിൽക്കുന്ന ആ സമയത്ത് നിന്നാണ് ഭഗവത്ഗീത ഉപദേശം ആരംഭിക്കുന്നത്. 1-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകം എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുത്സവഃ മാമകഃ പാണ്ഡവശ്ചൈവ കിം അപൂർവത സഞ്ജയ അല്ലെ. അപ്പൊ അവിടെ മാമകഃ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ വരുന്നുണ്ട് അല്ലെ. മാമകഃ ആരാണ് പറയുന്നത്? ധൃതരാഷ്ട്ര പറയുന്നത്, എന്റെ മക്കളും പാണ്ഡുവിന്റെ മക്കളും ചെയ്യുന്നു അല്ലെ. അവിടെ തന്നെ ഒരു വേർതിരിവ് ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ ആദ്യത്തെ ശ്ലോകം തന്നെ നമുക്ക് ഒരുപാട് നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അല്ലെ. നമ്മളിപ്പോ എന്തെല്ലാം ഫിലോസഫി നമ്മൾ പറഞ്ഞാലും നമ്മുടെ സ്വന്തം കാര്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കാര്യം, എൻ്റെ മക്കളുടെ കാര്യം അല്ലെ, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള വിഷയം. സ്കൂളിലൊക്കെ പോകുമ്പോൾ കാണാം, പാരന്റ് ടീച്ചർ മീറ്റിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം നല്ല ഫിലോസഫിയൊക്കെ പറയുന്നവരായിരിക്കും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ മക്കളുടെ സ്കൂളിലൊക്കെ പാരന്റ് ടീച്ചർ മീറ്റിങ്ങിന് പോകുമ്പോൾ
നമ്മൾ സമാധാനമായിട്ട് അവിടെ ഇരുന്ന് ഒരു സമയമായിട്ട് ക്യൂവിൽ കയറാന്ന് കാണുമ്പോൾ പെട്ടെന്ന് കുറെ പേര് വന്ന് ഇടിച്ച് കയറി അവര് പിള്ളേരെയൊക്കെ, നമ്മുടെ പിള്ളേരെയൊക്കെ അവര് പാരന്റ്സ് തന്നെ വലിച്ചു മാറ്റും പിള്ളേരെയൊക്കെ. കാരണം പെട്ടെന്ന് അവർക്ക് ആ ടീച്ചറിനെ കാണണം, കുറെ സംസാരിക്കണം. പിന്നെ അവർ 1 മണിക്കൂർ അവിടെ ഇരുന്ന് സംസാരിക്കും. നമ്മളിങ്ങനെ ക്യൂവിൽ നിൽക്കും, ക്യൂ ഒക്കെ തെറ്റിച്ചിങ്ങനെ പോകും. അപ്പൊ അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മാമക്കൊക്കെയാണ് എന്റെ. അപ്പൊ അതുവരെ അവര് പറയും കുട്ടികൾ, ടീച്ചർമാരങ്ങനെ പോണ ഞാൻ കണ്ടിട്ടുണ്ട്, സോറി ടു സേ, ബട്ട് ടീച്ചർമാർ വരെ അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പൊ സ്വന്തം കുട്ടിയുടെ കാര്യം വരുമ്പോൾ നമ്മളെല്ലാവരും എന്ത് പറ്റും, മാമക്കഥ നമുക്ക് വരും അല്ലെ, നമ്മുടെ കാര്യം കഴിഞ്ഞിട്ട്. അപ്പൊ അതിൽ നിന്നാണ് നമുക്ക് ഭഗവത്ഗീത ഉപദേശം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അങ്ങനെ വന്നിട്ട് നമ്മൾ 2-ാം അധ്യായത്തിൽ അർജുനന്റെ അവസ്ഥ എന്താ വരുന്നത്, അർജുനന് ഈ പറഞ്ഞ പോലെ കൺഫ്യൂസ്ഡ് ആയി അല്ലെ, അർജുനൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം എന്താണ്, മനോദൗർബല്യം വന്നു. കാരണം അപ്പുറത്ത് കമ്പാഷൻ, അപ്പുറത്ത് ബന്ധുക്കളാണ്, പിതാമഹനാണ്, ഗുരു ഉണ്ട്. അപ്പൊ കമ്പാഷൻ വന്നു. അപ്പോഴാണ് കാർപ്പണ്യ ദോഷവും 2.7 ശ്ലോകം. അപ്പൊ അങ്ങനെ ഓരോ ശ്ലോകത്തിലൂടെയും, മുഴുവൻ ശ്ലോകത്തിന്റെ പോകല്ല, 18ന്റെ ഒന്ന് തുടക്കമായതുകൊണ്ട് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾക്ക് ആ ഒരു കാർപ്പണ്യദോഷോ പകത സ്വഭാവയില് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്തു, ശിഷ്യസ്തേ അഹം ശാധിമാം ത്വാം പ്രപൻ. അപ്പോ അതായത് ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉടനീളം പറയുന്നത് ഭക്തിയോഗത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ കൃഷ്ണാഭത്തെ കുറിച്ചാണ്. അപ്പൊ അതിന്റെ ഒരു തുടക്കം എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പൊ ഭഗവാനിൽ നമ്മൾ പരിപൂർണമായിട്ട് നമ്മൾ സമർപ്പിക്കണം, അല്ലാണ്ട് നമുക്ക് സാധ്യം. അതാണ് ശിഷ്യസ്തേ അഹം ശാധിമാം ത്വാം പ്രപൻ. അപ്പൊ നമ്മള് ആ ഭഗവാനോട് അർജുനൻ പറയാണ്, എന്നെ ശിഷ്യനായി സ്വീകരിച്ചാൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല, ഞാൻ കൺഫ്യൂസ്ഡ് ആണ്, എന്താണ് ഉചിതം, എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊരു അവസ്ഥയിൽ. അപ്പൊ ഈ അവസ്ഥയിൽ നമ്മൾ പോയി നിൽക്കുമ്പോൾ നമ്മൾ ഭഗവാനെ വിളിക്കുന്ന സ്ഥിതിയാണ് ആ യുദ്ധകാലത്തിൽ നമ്മൾ കണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എത്രത്തോളം ആരോഗ്യമുണ്ടോ, എത്രത്തോളം ഓർമ്മശക്തിയൊക്കെ കൂടുതലുണ്ടോ, ഈ അവസ്ഥയിൽ നമ്മൾ ഭഗവാനെ വിളിക്കുക, ഭഗവാനെ കൂടെ നിർത്താൻ ശ്രമിക്കുക. കാരണം ഇപ്പൊ നമുക്ക് അത്രയും ഓജസ്സും ഊർജവും ഒക്കെ ഉണ്ട്. ഈ സമയത്ത് നമ്മൾ ഭഗവാനെ നന്നായിട്ട് വിളിച്ച് ഭഗവാനെ കൂടെ നിർത്തിയാൽ നമുക്കത് അന്ത്യകാന്തകാലേ ചമാമേവ, അപ്പ സ്മരണ നമുക്കുണ്ടാവും. 8.5 പറയുന്ന പോലുള്ള സ്മരണ നമുക്ക്. അല്ലാതെ നമ്മൾ ഇപ്പോൾ നമുക്ക് ഇപ്പൊക്കെ നമുക്ക് മാക്സിമം ഈ ഭൗതിക എൻജോയ്മെന്റുകളിൽ പോകാം. അവസാനം പോയിട്ട് നമ്മൾക്ക് ഭഗവാനെ വിളിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല. അജാമളന്റെ പോലെയാണ് ഇത് സംഭവിക്കും. പക്ഷെ അത് ഭഗവാൻ തരുന്നൊരു ഗ്യാരണ്ടിയാണ്. അപ്പോൾ ആ വിളിയുടെ ആത്മാർത്ഥത എങ്ങനെയെന്ന് പോലെ ഇരിക്കും. പക്ഷെ അത് നമുക്കൊരു നമ്മളത് എടുക്കേണ്ട കാര്യം, നമ്മൾ ആ പ്രാക്ടീസ് നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നാമം ജപിക്കുന്നതും സാധന ചെയ്യുന്നതും ദിവസവും നമ്മൾ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. നാമജപമാണ് ഏറ്റവും ശക്തം. കാരണം നമുക്കറിയാം കലിയുഗത്തിൽ ഏറ്റവും ശക്തമായത് നാമജപമാണ്. ഇവിടെ പറയുന്നത് പിന്നീടുള്ള 6 അധ്യായങ്ങളിലൂടെ വിശുദ്ധമായ ഭക്തിയുത സേവനത്തിന്റെ സ്വഭാവവും പ്രവർത്തന രീതിയും വിശദീകരിക്കുകയാണ് എന്ന് പറയുന്നു. അതായത് 7 മുതൽ 12 വരെ. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് 6-ാം അധ്യായത്തിന്റെ അവസാനത്തെ 6.47 അല്ലെ, യോഗിനാമപി സർവേഷ മധ്യദേനാന്തനാ ആത്മന ശ്രദ്ധാവാൻ ഭജതേ യോമ സമേയുക്ത തമോമതഃ. അപ്പൊ അവിടെ പറയുന്നത് എന്താ വെച്ചാല്, പൂർണ്ണമായി എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുകയും എന്നെ തന്നെ ആരാധിച്ചു അല്ലെ, എന്നെ ഭക്തിയുത സേവനത്തോടെ ആരാധിച്ച് പ്രണമിക്കുകയും ചെയ്യുന്ന ആൾ, അതാണ് യഥാർത്ഥ അത്യുത്തമനായ യോഗി എന്ന് ഭഗവാൻ പറയും. അതായത് ഭക്തിയുത സേവനത്തിൽ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ആര്, ഏറ്റവും ഉത്തമനായ ഭക്തൻ അല്ലെങ്കിൽ ആ കൃഷ്ണാബോധമുള്ള വ്യക്തി എന്ന് കർമ്മയോഗം പറഞ്ഞതിന്റെ അവസാനം അത് സമർത്ഥിച്ചുകൊണ്ടാണ് ഭഗവാൻ നിർത്തുന്നത്. അപ്പൊ എല്ലാ അധ്യായത്തിലും, എല്ലാ ശ്ലോകത്തിലും, എല്ലാത്തിന്റെ എൻഡിലും ഭഗവാൻ അത് പറയുന്നത്, ഊന്നി പറയുന്നത്. പിന്നെയാണ് 7 മുതൽ 12 വരെ ഒരു കാര്യം ഇവിടെ പറയുന്നത്. അതിനുശേഷം ഭഗവാൻ ഭക്തിയോഗം പറഞ്ഞു. അതിനുശേഷം ഭഗവാൻ എന്ത് ചെയ്യും, 6 മുതൽ 13 വരെയുള്ള 13 മുതൽ 18 വരെയുള്ള അധ്യായത്തില് ജ്ഞാനം, ത്യാഗം, ഭൗതിക ആധ്യാത്മിക പ്രകൃതികളുടെ പ്രവർത്തന രീതി, ഭക്തിയുത സേവനം എന്നിവയെല്ലാം പറയാണ്. പരമപുരുഷനായ മഹാവിഷ്ണുവിന്റെ പ്രതീകമായ ഓം തത്സത് എന്ന വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് വേണം സകല കർമ്മങ്ങൾ ചെയ്യുവാൻ എന്ന നിർദ്ദേശത്തോടു കൂടിയാണ് 17-ാം അധ്യായം അവസാനിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ 3-ാം ഖണ്ഡം ഭക്തിയുത സേവനമല്ലാതെ മറ്റൊന്നുമല്ല ജീവിതത്തിന്റെ പരമോദ്ദേശമെന്ന് സ്ഥാപിക്കുന്നുണ്ട്. ബ്രഹ്മസൂത്രങ്ങളുടെയും വേദാന്ത സൂത്രങ്ങളുടെയും പൂർവിക ആചാര്യന്മാരുടെ വാക്കുകളുടെയും പ്രാമാണികത ഈ സിദ്ധാന്തത്തെ സ്ഥിരീകരിച്ചിട്ടുണ്ട്.
വേദാന്ത സൂത്രജ്ഞാനം തങ്ങളുടെ കുത്തകയാണെന്ന് കരുതുന്ന വ്യക്തിശൂന്യവാദികളുണ്ട്. വാസ്തവത്തിൽ വേദാന്ത സൂത്രം ഭക്തിപൂർവമായ സേവനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനുള്ളതാണ്. വേദാന്ത സൂത്രത്തിന്റെ രചയിതാവും ജ്ഞാതാവും ഭഗവാൻ തന്നെ. 15-ാം അധ്യായത്തിൽ ഇത് വെളിവാക്കി, അല്ലെ, 15.15 ഭഗവാൻ പറയുന്നുണ്ട്. സർവസ്യ ചാപം ഇത് സന്നിവിഷ്ടം ശ്ലോകത്തിൽ പറയുന്നു. പക്ഷെ ഇവിടെ എന്ത് പറയുന്നു വെച്ചാല്, വ്യക്തിശൂന്യവാദികള് ഭഗവാന് വ്യക്തിരൂപം ഇല്ല എന്ന് പറയുന്നു. ഭഗവാന് ഭൗതിക രൂപമില്ല, പക്ഷെ ഭഗവാന് അതീന്ദ്രിയ രൂപമുണ്ട്. അപ്പൊ നമ്മൾക്ക് ഭഗവാനെ നമ്മുടെ പോലെ കാണണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പോലെ ഉള്ള ഒരു രൂപമല്ല ഭഗവാന്റെ, അല്ലെ, നമുക്ക് ഭൗതിക രൂപമാണ്. അതുകൊണ്ട് ഭഗവാന് രൂപമില്ല എന്ന് നമ്മൾ വാദിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഭഗവാൻ ഇല്ലാത്തതൊന്നും നമുക്ക് ഉണ്ടാവില്ല, അല്ലെ. നമ്മൾ ഭഗവാന്റെ അംശമാണ്. അദ്ദേഹം സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് ആണ്. ഭഗവാൻ ഇല്ലാത്ത ഒരു കാര്യം നമുക്ക് ഉണ്ടാവില്ല. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ രൂപം ഇല്ല എന്നുള്ള വാദിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം എന്നുള്ള പറയുന്നത് വേദാന്ത സൂത്രത്തില് ഭഗവാൻ പറയുന്നത് ഇതിലൂടെ എല്ലാം മനസ്സിലാക്കേണ്ടത് ഭഗവാനെ തന്നെയാണ്. വേദാന്തം ഉണ്ടാക്കിയതും എല്ലാം ഭഗവാൻ തന്നെ, അത് അറിയുന്നതും ഭഗവാനാണ്. അപ്പൊ ഭഗവാനെയാണ് അതിലൂടെ അറിയേണ്ടത്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ വേദം പഠിച്ചു പോകുമ്പോൾ വേദത്തിന്റെ ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസിൽ, കർമ്മകാണ്ഡത്തിൽ മുഴുകിപ്പോയിട്ട് എല്ലാം റിസൾട്ട് ഓറിയന്റഡ് കർമ്മയിലേക്ക് പോകും. അതാണ് മനുഷ്യന് കൂടുതലായിട്ട് സംഭവിക്കുന്നത്. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ വഴി വിട്ടിട്ട് കൂടുതലും ഈ റിസൾട്ട് ഓറിയന്റഡ് കർമ്മത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഭഗവാന്റെ കാര്യം വിട്ടുപോകും. തങ്ങളുടെ ഇന്ദ്രിയ ആസ്വാദനത്തിലേക്ക് നമ്മൾ പതുക്കെ നമ്മുടെ ജീവിതം മാറിപ്പോകും. അതാണ് നമുക്ക് കൂടുതലായിട്ട് ജനങ്ങളുടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2-ാം അധ്യായത്തിലെ പോലെ 18-ാം അധ്യായത്തിലും ഈ ഉപദേശങ്ങളുടെ സംക്ഷേപ രൂപം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു, നേരത്തെ പറഞ്ഞു. അപ്പോ 2-ാം അധ്യായത്തില് ഗീതാവിഷയ സംഗ്രഹം പറയുന്നുണ്ട്, അല്ലെ. ഈ പറഞ്ഞ എല്ലാം കർമ്മയോഗവും ഭക്തിയോഗവും ജ്ഞാനയോഗവും എല്ലാം അതിലൂടെ കടന്നു പോകുന്നുണ്ട് 2-ാം അധ്യായത്തിൽ. ഒരു മൊത്തം ഭഗവത്ഗീതയുടെ ഒരു സമ്മറി തന്നെ നമുക്ക് 2-ാം അധ്യായത്തിൽ കിട്ടുക. അതുപോലെ തന്നെ 18-ാം അധ്യായത്തിലും എല്ലാ സംഗ്രഹവും വരുന്നുണ്ട്. അത് ഇനി അങ്ങോട്ടുള്ള ആഴ്ചകളിൽ നമ്മളത് കാണും. ത്യാഗവും ത്രിഗുണാതീതമായ ആധ്യാത്മികാവസ്ഥയിൽ എത്തിച്ചേർന്നതുമാണ് ജീവിതത്തിന്റെ ഉദ്ദേശമെന്ന് ഭഗവത്ഗീത ചൂണ്ടിക്കാട്ടുന്നു, അല്ലെ. ഇവിടെ ത്യാഗം പറയുന്നുണ്ട്. ആ ത്യാഗമാണ് എന്താണെന്ന് അർജുനൻ ചോദിക്കുന്നത്. അതിനുള്ള അടുത്ത ഒരു 6 ശ്ലോകങ്ങളിലായിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം. അത് ഭഗവാൻ മറുപടി പറയുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ശ്ലോകം അടുത്ത 2, 3, 4 ഭഗവാൻ ആരൊക്കെ ഓരോ ഋഷിമാരെങ്ങനെ പറയുന്നു ത്യാഗത്തിനെ കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് 6-ല് ഭഗവാൻ അത് കൺക്ലൂഡ് ചെയ്യും. 6-ാമത്തെ ശ്ലോകം പിന്നെ പറയുന്നുണ്ട് ഭഗവത്ഗീതയിലെ 2 വ്യത്യസ്ത വിഷയങ്ങളായ ത്യാഗം, സന്യാസം ഇവയെ കുറിച്ച് അറിയാൻ അർജുൻ ആഗ്രഹിക്കുന്നു. ഈ 2 വാക്കുകളുടെ അർത്ഥമാണ് ഇവിടെ ചോദിക്കുന്നത്, ഈ ശ്ലോകത്തെ കുറിച്ച് പറയുന്നത്. ഈ ശ്ലോകത്തിൽ കൃഷ്ണനെ സംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന ഋഷികേശ, കേശി, നിഷൂദന ഈ 2 പേരുകൾ ശ്രദ്ധേയങ്ങളാണ്. അപ്പൊ ഋഷികേശൻ എന്ന് പറയാൻ കാരണം എന്താണ്? ഇന്ദ്രിയങ്ങളുടെ നാഥനാണ് ഭഗവാൻ, അല്ലെ. ആ പേര് എവിടെ നിന്ന് വന്നു? ഭഗവാൻ എങ്ങനെ വന്നു? ആ പേര് കിട്ടുക ഇപ്പൊ നമുക്ക് മധുസൂദൻ അറിയാം, അല്ലെ. അല്ലെങ്കിൽ ദാമോദരൻ എന്ന പേര് വരാൻ കാരണം എന്താണ്? നമുക്കറിയാം. ദാമോദരത്തിൽ കെട്ടിയ ദാമോദരൻ ഇല്ല, അല്ലെ. അപ്പൊ ഋഷികേശം എന്നുള്ള പേര് എങ്ങനെ വന്നു? ഋഷികേശം എന്നുള്ള പേര് എല്ലാ ഇന്ദ്രിയങ്ങളുടെയും നാഥനാണ്. അത് ആ പേര് വരുന്നത് അർജുനന്റെ ഇന്ദ്രിയങ്ങളെ ഭഗവാൻ നിയന്ത്രിക്കുന്നു. അപ്പൊ ഈ ഭഗവത്ഗീത പറയുന്നതോടുകൂടി ഭഗവാൻ ആ പേര് വരുന്നത് ഋഷികേശൻ. കാരണം അർജുനന്റെ ഇന്ദ്രിയങ്ങളെല്ലാം ഭഗവാനാണ് നിയന്ത്രിക്കുന്നത്. അതാണ് ഋഷികേശൻ എന്നുള്ള പേര് വരുന്നത്. അപ്പോ ആ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രിക്കുന്ന ആൾ, നിയന്ത്രാതാവിന് നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള ചെയ്യുന്ന കർമ്മങ്ങള് ഭഗവാന്റെ സന്തോഷത്തിനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളുടെ ഇന്ദ്രിയ സന്ദർപ്പണത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സെൻസ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ കർമ്മഫലം മുഴുവൻ അനുഭവിക്കാനായിട്ട് വീണ്ടും വീണ്ടും ജന്മ മൃത്യു ജരാവ്യാധിയിലൂടെ പോയിക്കൊണ്ടിരിക്കേണ്ടി വരും. അതാണ് ഇവിടെ പറയുന്ന കാര്യം. അതാണ് പറയുന്നത് ത്യാഗവും ത്രിഗുണാതീതമായ ആധ്യാത്മികാവസ്ഥയിൽ എത്തിച്ചേർന്നുമാണ് ജീവിതത്തിന്റെ ഉദ്ദേശമെന്ന് ഭഗവത്ഗീത പറയുന്നത്. നമുക്ക് അതിലേക്ക് വരാം. പിന്നെ ഋഷികേശനാണ് ഇപ്പൊ പറഞ്ഞത്. പിന്നെ പറയുന്നു ഇന്ദ്രിയാധിനാഥനായ കൃഷ്ണന് മനഃശാന്തി നേടാനുള്ള യത്നത്തിൽ മനുഷ്യനെ സർവദാ സഹായിക്കാൻ കഴിയും. എല്ലാവർക്കും മനസ്സമാധാനമാണ് വേണ്ടത്. അപ്പൊ അതിന് ഭഗവാനെ മാത്രമേ നമ്മളെ സഹായിക്കാൻ കഴിയുള്ളൂ. തനിക്ക് സമനില കൈവരിക്കാനാകുന്ന ഉതകുന്ന വിധത്തിൽ എല്ലാ വിഷയങ്ങളും സംക്ഷിപ്തമായി പറഞ്ഞു തരണമെന്ന് അർജുനൻ അപേക്ഷിക്കുന്നു.
അദ്ദേഹത്തിന് ചില സംശയങ്ങളുണ്ട്. സംശയങ്ങളെ അസുരന്മാരെ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് അർജുനൻ കൃഷ്ണനെ കേശി നിഷൂദന എന്ന് വിളിക്കുന്നു, അല്ലെ? കേശി എന്ന അസുരൻ. അപ്പൊ ഇവിടെ ഈ സംശയങ്ങളെ അസുരന്മാരായിട്ടാണ് കമ്പയർ ചെയ്ത് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോഴും പറയാറുള്ളതാണ്. അപ്പൊ അങ്ങനെ കേശി എന്ന കേശവൻ എന്ന് പറയുന്ന പോലെ തന്നെ കേശി നിഷൂദൻ അത് തന്നെയാണ്. അതായത് കേശി എന്ന് പറയുന്ന ആ സംശയങ്ങളെ ദൂരീകരിക്കാൻ കഴിവുള്ള, അല്ലെ? ആ അസുരനെ വധിച്ച കൃഷ്ണന് എന്റെ സംശയങ്ങളെ ദൂരീകരിച്ചു തരാൻ കഴിയും. അതുകൊണ്ട് ആണ് രണ്ട് സംബോധനകളോടെ പറയുന്നത്. ഭഗവാന്റെ കയ്യാൽ കൊല്ലപ്പെട്ട അതിഭീകരന അസുരനായിരുന്നു കേശി. ഇപ്പോൾ തന്റെ സംശയത്തെയും കേശിയെ എന്ന പോലെ ഭഗവാൻ നാമാവിശേഷമാക്കുമെന്നാണ് അർജുനന്റെ പ്രതീക്ഷ. അപ്പോ ഈ രണ്ട് സംബോധനകളുടെ കാര്യം എന്താ വെച്ചാല്, ഇന്ദ്രിയങ്ങളെ മുഴുവൻ ഭഗവാനാണ് നിയന്ത്രിക്കുന്നത്, അല്ലെ? അപ്പോ ഭഗവാന്റെ കയ്യിലാണ് ഇന്ദ്രിയ നിയന്ത്രണം ഇരിക്കുന്നത്. അപ്പൊ ഭഗവാന് തന്റെ ഇന്ദ്രിയങ്ങളിലൂടെ തന്നെ എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ സാധിക്കും. മാത്രമല്ല, എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഈ സംശയങ്ങളെ ദൂരീകരിക്കാൻ ഇതിലും ഒരു ഉന്നതനായൊരു മറ്റൊരു വ്യക്തിത്വം ഇല്ല എന്നുള്ള ഒരു പക്ഷം കൂടിയാണ് അർജുനൻ അവിടെ നടക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ നിന്നും ഈ ഒരു തുടക്കം മാത്രമാണ് ഈ ഒന്നാമത്തെ ശ്ലോകം വരുന്നത്. അപ്പൊ ഒരു ചോദ്യത്തോടു കൂടിയാണ് ഈ ശ്ലോകം നിൽക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ത്യാഗം അല്ലെങ്കിൽ സന്യാസത്തിനെ കുറിച്ച് എന്താണെന്നുള്ള ശ്ലോകങ്ങൾ നമ്മൾ കാണും. അപ്പൊ നമ്മൾ പറഞ്ഞു 18ാം അധ്യായം എന്ന് പറയുന്നത് ഈ 11 വരെയുള്ള അധ്യായങ്ങളുടെ ഒരു ആകത്തുക, അല്ലെങ്കിൽ ഒരു സംക്ഷിപ്തമാണ് എന്ന് പ്രഭാതന് വ്യക്തമായിട്ട് നമ്മുടെ ഭാവാർത്ഥത്തിൽ പറയുന്നത്. അപ്പോ ഭഗവത്ഗീതയിലൂടെ നമുക്ക് ആദ്യം കിട്ടുന്ന ജ്ഞാനം, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എന്താണ്, നമ്മള് ശരീരമല്ല ആത്മാവ് എന്നുള്ള ജ്ഞാനമാണ് നമുക്ക് ആദ്യം കിട്ടുന്നത്, അല്ലെ? ഈ ഒരു ജ്ഞാനം നമ്മൾ എത്രത്തോളം ഉൾക്കൊള്ളുന്നു എന്ന പോലെ ഇരിക്കും പിന്നെ നമ്മോടുള്ള സാക്ഷാത്കാരങ്ങളെല്ലാം. അപ്പൊ നമ്മൾ എല്ലായിടത്തും കേൾക്കുന്നു, നമ്മൾ ശരീരമല്ല ആത്മാവാണ്, ശരീരമല്ല ആത്മാവ്. ഇത് കേട്ടതുകൊണ്ടാവോ? ഇല്ല. ഇത് നമുക്ക് ഉൾക്കൊള്ളാനും പ്രവർത്തിക്കാനും പ്രവൃത്തിയിൽ കൊണ്ടുവരാനും സാധിക്കണം. ഇത് മാത്രമല്ല, ഭഗവത്ഗീതയിലെ ഉപദേശങ്ങളിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അത് നമ്മുടെ സ്വഭാവത്തിൽ അതിന്റെ വ്യതിയാനം ഉണ്ടാകണം. ഭഗവാന് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കാര്യം? ഏതാ ഭഗവാന് ഒട്ടും ഇഷ്ടമല്ല? നമ്മുടെ സ്വഭാവത്തിൽ ഒരു കാര്യം തീരെ ഇഷ്ടമല്ല. എൻവി, അസൂയ ഭഗവാൻ ഒട്ടും ഇഷ്ടമല്ല, അല്ലെ? അഹങ്കാരം ഭഗവാൻ ഇഷ്ടമല്ല. കാപട്യം ഭഗവാൻ ഇഷ്ടമല്ല. അപ്പൊ നമ്മള് എന്റെ ഒരു സാക്ഷാത്കാരമായിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് ഭഗവത്ഗീത നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ പ്രഭാതത്തിന്റെ പർപ്പട്ടുകളിലൂടെ പോകുമ്പോൾ, ഭഗവത്ഗീതയിലും ഭാഗവതമായാലും നമുക്കറിയാം, ഭഗവത്ഗീതയായാലും ഭാഗവതമായാലും നമ്മൾ ചൈതന്യ ചരിതാമൃതമായാലും പ്രഭാതത്തിന്റെ പർപ്പട്ടിലൂടെ പോകുമ്പോൾ നമ്മൾ എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്, അല്ലെ? ഭാഗവതം വായിക്കുമ്പോൾ നമ്മൾ ഭഗവത്ഗീത ചൈതന്യ ചരിതാമൃതം അവിടെ കോട്ട് ചെയ്യുമ്പോൾ, ഭഗവത്ഗീതയിലാവുമ്പോൾ മറ്റു രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കോട്ട് ചെയ്ത് അത്രയും മനോഹരമായിട്ടാണ് നമുക്ക് അതിന്റെ ആ കോറിലേഷൻസ് ഒക്കെ പറഞ്ഞു തരുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ ഉതകുന്ന വിധത്തിൽ. അപ്പോ 4.9 ശ്ലോകത്തില് പ്രഭാതത്തിൽ ഏറ്റവും നല്ല ശ്ലോകം, അല്ലെങ്കിൽ നമ്മൾ പറയില്ല ഭഗവത്ഗീതയിലെ ഏറ്റവും ബെസ്റ്റ് ശ്ലോകം ഏതാണെന്ന് ചോദിക്കും. പ്രഭാതത്തിൽ പറയുന്ന ഒരു ശ്ലോകമാണ് 4.9. ഏതാണത്? ജന്മ കർമ്മ ചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സ്വാർജുന. അപ്പൊ എന്റെ ജന്മങ്ങളുടെയും കർമ്മങ്ങളുടെയും അതീന്ദ്രിയ ഭാവം മനസ്സിലാക്കിയ ഒരു വ്യക്തി പിന്നെ ജന്മം എടുക്കേണ്ടി വരുന്നില്ല. എങ്ങനെ മനസ്സിലാക്കണം? ജന്മകർമ്മ ചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ, തത്വാധിഷ്ഠിതമായിട്ട് മനസ്സിലാക്കണം. അതായത് നമ്മളിപ്പോ വെറുതെ ചിന്തിച്ചു നോക്കുക, ഫിലോസഫി എല്ലാം വിടുക, ഒരു വ്യക്തിയെ മനസ്സിലാക്കണം. നമ്മൾക്കെല്ലാം പല വ്യക്തികളുമായിട്ട് പരിചയമുണ്ട്, അല്ലെ? ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആ വ്യക്തി എങ്ങനെ മനസ്സിലാക്കാം? അയാളുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുറെ, അല്ലെ? ശരിയല്ലേ? അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എങ്ങനെ മനസ്സിലാക്കാം? പിന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ സംസാരം കണ്ട് നമ്മൾ ആ വ്യക്തിയെ കുറിച്ച് മനസ്സിലാക്കി, പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാക്കി. പൂർണ്ണമായോ മനസ്സിലാക്കല്? ഇനി എങ്ങനെ അദ്ദേഹത്തിന്റെ എന്തറിഞ്ഞാൽ കുറച്ചും കൂടി മനസ്സിലാവും പൂർണ്ണമായിട്ട്? ആരോ പറഞ്ഞു? മനസ്സ്, അല്ലെ? മനസ്സാ വാചാ കർമ്മണ. ഒരു വ്യക്തിയുടെ വാക്ക്, പ്രവൃത്തി, മനസ്സ് ഇതറിയാൻ പറ്റിയാലും മനസ്സിലാവും. പക്ഷെ നമ്മൾ ഈ ഭൗതിക ജീവിതത്തിൽ നമ്മൾ മറ്റൊരു വ്യക്തിയുടെ മനസ്സ് പെട്ടെന്ന് പോയി മനസ്സിലാക്കാൻ പറ്റി തോന്നുന്നുണ്ടോ? ശരിയല്ലേ?
മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഭൗതിക ജീവിതത്തില് ഏറ്റവും കൂടുതൽ സമയം ചെലവിടുന്നത് ആരുമായിട്ടാണ്? ഏറ്റവും കൂടുതൽ സമയം ചെലവിടുന്നത് ആരുമായിട്ടാണ്? നമ്മുടെ സഹജീവികളായ മനുഷ്യരുമായിട്ടാണ്. ശരിയല്ലേ? നമ്മുടെ കുടുംബത്തിലുള്ള കുട്ടികളായാലും ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, ബന്ധുക്കള്, സുഹൃത്തുക്കളൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് സമയം ചെലവിടുന്നു. അതും പോരാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക് വഴി വീണ്ടും കുറേ സമയം ചെലവിടും. എന്നിട്ട് നമ്മൾ പറയും, ചിലർ പറയുന്നതാണ് എന്റെ ചങ്കാണെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് കാണുന്നത്, ഭയങ്കര സുഹൃത്തുക്കളാണെന്നൊക്കെ പറയും. ഒരു മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോ നിങ്ങളുടെ വലിയ സുഹൃത്തല്ലേ കുറെ ഞാൻ ആളുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞേക്കാം, എന്ത് പറ്റി? ശരിയായില്ല, തെറ്റിപ്പില്ല, അത്രേ ഉള്ളൂ. പക്ഷെ അതിന് കഴിഞ്ഞ ആഴ്ച ഭയങ്കര ബന്ധമായിരുന്നു. ഇതെന്താണ്? അതെ, ഞാനൊരു കാര്യം പറഞ്ഞു, മനസ്സാ വാച വിചാരിക്കാതെ അദ്ദേഹം അത് വേറെ രീതിയിൽ എടുത്തു. നോക്കണം, നമ്മുടെ മനസ്സിൽ നമ്മളൊരു കാര്യം വിചാരിച്ച് ചെയ്തു, ആ കാര്യം അത്ര അടുത്തായിട്ട് കൊണ്ടുകിടന്നിട്ട് ആ സുഹൃത്തിന് മനസ്സിലായില്ല. ഇത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലും മക്കളുടെ ഇടയിലും അച്ഛൻ്റെ അമ്മയുടെയും ആങ്ങള പെങ്ങളമാരുടെ ഇടയിലും ബന്ധുക്കളുടെ ഇടയിലൊക്കെ സംഭവിക്കുന്ന കാര്യം. നമ്മളൊരു നല്ല ഉദ്ദേശം വെച്ചൊരു കാര്യം ചെയ്യുന്നു, പക്ഷെ ഒരുപാടത് തെറ്റിദ്ധരിക്കപ്പെടുന്നു. ശരിയല്ല? എല്ലാവർക്കും അനുഭവമുള്ള ഒരു കാര്യമുണ്ട്. അപ്പോ നമ്മൾ തെറ്റ് ചെയ്യാതെ അത് തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു മനോവേദന ഉണ്ടാവും. ശരിയല്ലേ? ഒരു പെയിൻ ഉണ്ടാവും. കാരണം എന്താ? നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു. ബിസിനസ് ആണല്ലോ. നമ്മൾ ഭൗതിക ജീവിതത്തിൽ ഭയങ്കര ഇൻവെസ്റ്റ്മെന്റാണ് ചെയ്തത്. എന്താണ് ഇൻവെസ്റ്റ്മെന്റ്? ഇവരൊക്കെയാണ് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു, ആത്മാർത്ഥമായിട്ടൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു. റിട്ടേൺ എന്ത് കിട്ടി? ഒറ്റയടി കിട്ടി തലയിൽ. കാരണം എന്താ? ഒരു അവസരം, ഒരു ചെറിയൊരു കാര്യം വന്നപ്പോ തെറ്റിദ്ധാരണ വന്നു. എന്നാൽ നമ്മള് വളരെ കുറച്ച് സമയം ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തിനോട് വളരെ കുറച്ച് സമയം നമ്മൾ എന്റെ ജീവിതത്തിൽ ചെലവഴിക്കും. 24 മണിക്കൂറിൽ ചിലപ്പോൾ ഒരു 7 മിനിറ്റ്, 7.5 മിനിറ്റ്, 8 മിനിറ്റ് ആയിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ചെലവിടുന്നത്. പക്ഷെ ആ വ്യക്തിത്വം നമ്മുടെ മനസ്സ് മനസ്സിലാവും, നമ്മളെ തെറ്റിദ്ധരിക്കുന്നു. ആരാണ് ആ വ്യക്തിത്വം? ഒരു മാല ചാണ്ടിയാനായിട്ട് 7.5 മിനിറ്റ് തൊട്ട് ചാണ്ടിയ, അല്ലെ 8 മിനിറ്റ് എടുത്താലും നന്നായിട്ട് ഒരു മാല ചാണ്ടിയ. ഭഗവാനുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന ഒരു അവസരമാണ് ആ മാല. വേറെ ഒരു ഭക്തിവസാനം നമ്മൾ ചെയ്തില്ല എന്ന് വിചാരിക്കാം. അത്ര തിരക്ക് പിടിച്ച ഭൗതികതയിൽ മുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് മംഗളാരതി ചെയ്യാൻ സമയമില്ല, ഭഗവാന് വിളക്ക് കത്തിക്കാൻ സമയമില്ല, ചന്ദനത്തിരി കത്തിക്കാൻ സമയമില്ല, ഒന്നിനും സമയമില്ല. പക്ഷെ ഒരു മാല ജപിക്കാൻ സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ ആ 8 മിനിറ്റ് 10 മിനിറ്റ് സമയം അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? അദ്ദേഹം ഭക്തി യോഗയാണ് ചെയ്യുന്നത്. കാരണം അദ്ദേഹം അവിടെ മനസ്സറിഞ്ഞ് ഒരു മാല ജപിച്ചാൽ, ആ ഒരു മാല മനസ്സറിഞ്ഞ് ജപിക്കുകയാണെങ്കിൽ അത് കലിയുഗത്തിൽ പറഞ്ഞിരിക്കുന്ന ധർമ്മമാണ്. അപ്പൊ അത് ചെയ്തതോടുകൂടി നമുക്ക് ഭഗവാനുമായിട്ട് ആ യോഗ ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. ആ സ്ഥാപിക്കുന്നതോടുകൂടി ഭഗവാൻ നമ്മളുടെ മനസ്സിലാക്കും. അപ്പൊ ആരെല്ലാം തെറ്റിദ്ധരിച്ചാലും ഭഗവാൻ നമ്മളെ തെറ്റിദ്ധരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തില് മറ്റു വ്യക്തികളുമായിട്ട് ഒരുപാട് സമയം നമ്മൾ പാഴാക്കി കളയുന്നതിന് പകരം അത് ചെയ്യണ്ട എന്നല്ല, അത് ചെയ്യണം. പക്ഷെ ഭഗവാനോട് അടുക്കാനുള്ള സമയം നമ്മൾ കൂടുതൽ കണ്ടെത്തുകയാണ്. അങ്ങനെ വന്നാൽ നമ്മൾക്ക് ആ ഒരു ബലമുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കുക, ഭഗവാനെ ഒന്ന് കുറച്ചു നേരത്തേക്ക് ടെമ്പററി ഒന്ന് മാറ്റി ചിന്തിച്ചു നോക്കുക. ഭൗതികതയിൽ മാത്രം മുങ്ങി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതുപോലെ ഒരു അവസ്ഥയുണ്ട്. അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തി എല്ലാവരാലും തെറ്റിദ്ധരിക്കപ്പെട്ട് വളരെയധികം ഒരു ഹൃദയവേദന അനുഭവിക്കുമ്പോൾ ഒരു വ്യക്തി പറയുകയാണ്, കൂട്ടുകാരൻ ഒരാൾ പറയണം, അല്ലെങ്കിൽ ബന്ധുവിന് ഒരാൾ പറയണം, നീ വിഷമിക്കണ്ട, എനിക്ക് നിന്നെ മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ അവസ്ഥ എന്തായിരിക്കും? അയാൾ കരഞ്ഞു പോകും. ശരിയല്ലേ? ഒരാളെങ്കിലും എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം അയാളുടെ ഉള്ളിൽ വരുമ്പോൾ അയാൾക്ക് ആ സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് അയാൾ കരഞ്ഞു പോകും. അപ്പോൾ അത് ആലോചിച്ച് നോക്കുക, അത് ആ വ്യക്തിയാണ് ഭഗവാൻ ഇവിടെ. അപ്പോ നമ്മൾ സമയവും നമ്മുടെ എല്ലാ പ്രവർത്തികളും നമ്മുടെ ഊർജവും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെയെല്ലാം നമ്മളത് ഭക്തിയുഗ സേവനത്തിൽ തന്നെയാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഈ കലിയുഗത്തിൽ ഈ മനുഷ്യജന്മം കിട്ടിയതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അതാണ് ഭഗവത്ഗീത ഉടനീളം പറയുന്നത്. അപ്പൊ ഈ 18-ാം അധ്യായത്തിന്റെ ഒരു തുടക്കത്തിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മളെല്ലാം ഓർക്കേണ്ടത് ഇതുവരെ നമ്മൾ നടന്ന് പോകുന്ന, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ് പോകുന്ന ഓരോ അധ്യായങ്ങളുടെയും ഓരോ അധ്യായത്തിലൂടെ ഭഗവാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ, നേരത്തെ പറഞ്ഞു ഭഗവാൻ അസൂയ സമ്മതിക്കുന്നില്ല, അസൂയ ഭഗവാൻ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഭഗവാൻ തീരെ പറ്റില്ലാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ അഹങ്കാരം അതുപോലെ തന്നെയാണ്, കാപട്യം അതുപോലെ. അപ്പോൾ ഈ കാപട്യം നമുക്ക് ഒരുപാട് സംഭവിക്കാനുള്ള
സാധ്യതകളുണ്ട് അല്ലെ. ഒരുപാട് നമ്മൾ തന്നെ നമ്മളെ പറ്റി അല്ലെ. നമുക്ക് സ്വയം ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി ഉണ്ട് അല്ലെ. നമുക്ക് 4 പോരായ്മകളിൽ ഒന്ന് അതാണ്, നമ്മൾ വഞ്ചനയുണ്ട് നമുക്ക് അല്ലെ, ചീറ്റിംഗ് ഉണ്ട് നമുക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ കുറെയൊക്കെ ചാൻഡ് ചെയ്തു, കുറെ ആരതിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഭക്തനായി എന്ന് നമുക്ക് തോന്നൽ വരാം. അതും പ്രശ്നമാണ്. അപ്പൊ നമ്മൾ പലതും സംസാരിക്കാനൊക്കെ തുടങ്ങും, ഭഗവാനെ വിട്ടുള്ള കളികൾ തുടങ്ങും. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ ചിന്ത നമുക്ക് ഉണ്ടാവണമെന്നായിരിക്കണം, നമ്മള് ഭഗവാന്റെ ദാസനാണ് എന്നുള്ള ചിന്ത. സുപ്രീം പേഴ്സണാലിറ്റി, സർവ ദിവ്യോത്തമ പുരുഷൻ, പരമ ദിവ്യോത്തമ പുരുഷൻ അത് ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ തുല്യനായിട്ട് ആരുമില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാതെ ഭഗവത്ഗീതയിലൂടെ പറയുന്നത് നമ്മളത് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഭഗവാന്റെ പാർട്ട് ആൻഡ് പാഴ്സലാണ്, ഭഗവാന്റെ അംശമാണ്. അപ്പൊ ഈ അംശത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ഈ അംശത്തിന്റെ പ്രത്യേകത? നമ്മുടെ അംശത്തിനൊരു പ്രത്യേകത, ഭഗവാന് അസംഖ്യം എനർജികളുണ്ട് അല്ലെ, അസംഖ്യ എനർജികളാണ്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ ആചാര്യന്മാരെ അതിനെ ഒരു 3ആയിട്ട് സംഗ്രഹിച്ചു തന്നിട്ടുണ്ട്. എന്താണ് ആ എനർജികൾ? അന്തരംഗ ശക്തി അല്ലെങ്കിൽ ഇന്റേണൽ പൊട്ടൻസി, പിന്നെ ബഹിരംഗ ശക്തി എക്സ്റ്റേണൽ പൊട്ടൻസി, പിന്നെ തടസ്ഥ ശക്തി അല്ലെങ്കിൽ മാർജിനൽ പൊട്ടൻസി, മാർജിനൽ എനർജി. അപ്പൊ അന്തരംഗ ശക്തി എന്ന് പറയുന്നത് ഭഗവാന്റെ സത് ചിത്ത ആനന്ദമാണ്, സച്ചിദാനന്ദ വിഗ്രഹനാണ് ഭഗവാൻ. അപ്പൊ സത്ത് ചിത്ത് ആനന്ദം, സത്ത് എന്ന് പറഞ്ഞാൽ എറ്റേണൽ ആണ്, ശാശ്വതമായ എനർജിയാണ് ഭഗവാന്റെ. ചിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോളജ് പൊട്ടൻസിയാണ്, എല്ലാത്തിന്റെ സ്രോതസ്സാണ്, അതിനപ്പുറമൊന്നുമില്ല, കംപ്ലീറ്റ് എല്ലാം അറിയുന്ന ആളാണ് ഭഗവാൻ. അതുപോലെ തന്നെ ആനന്ദം എന്ന് വെച്ചാൽ പരമാനന്ദം, അത് ഭഗവാനിൽ നിന്നേ കിട്ടും. ആ ആനന്ദം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് 100 ആനന്ദം ആവശ്യമില്ല. ഭൗതികതയിൽ നമ്മൾക്ക് കിട്ടുന്ന എന്ത് ആനന്ദം, അത് വാട്സപ്പ് നോക്കി കിട്ടുന്ന ആനന്ദമാണെങ്കിലും, അത് വണ്ടി ഓടിച്ച് കിട്ടുന്നതാണെങ്കിലും, ധനം സമ്പാദിച്ച് കിട്ടുന്നതാണെങ്കിലും, ഇഷ്ടമുള്ള ആഹാരം കഴിച്ച് കിട്ടുന്നതാണെങ്കിലും, മറ്റ് ലൗകിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കിട്ടുന്ന ഏത് ആനന്ദമാണെങ്കിലും അതിനൊരു ആദ്യമുണ്ട്, അന്ത്യമുണ്ട്, ഒരു സ്റ്റാർട്ട് ഉണ്ട്, സ്റ്റോപ്പ് ഉണ്ട്. ശരിയല്ലേ? എന്ത് കഴിച്ചു, ഭയങ്കര ഇഷ്ടമാണ് പായസം, അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം അല്ലെങ്കിൽ ലഡു, എത്ര പ്രാവശ്യം കഴിക്കും, എത്ര നേരം കഴിക്കും, കുറച്ച് കഴിയുമ്പോൾ തന്നെ മടുപ്പ് വരും അല്ലെ. എന്ത് കാര്യവും ഈ ലൗകിക ജീവിതത്തിൽ മടുപ്പുണ്ടാവും. എന്നാൽ ഭഗവാന്റെ ഭക്തിയിലേക്ക് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് കത്ത് മാത്രം യാതൊരു മടുപ്പും ഉണ്ടാവില്ല. അത് നമുക്ക് അനുഭവമുള്ള ഒരു കാര്യമാണ് അല്ലെ. അതുകൊണ്ടാണ് നമുക്കിവിടെ വന്നിരിക്കാനും ഇതെല്ലാം പഠിക്കാനും തോന്നുന്നത്. അപ്പോ നമ്മള് എനർജി പറയുമ്പോൾ അപ്പൊ അതാണ് ഭഗവാന്റെ അന്തരംഗ ശക്തി. ബഹിരംഗ ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഭൗതിക പ്രകൃതിയാണ് ഭഗവാന്റെ ബഹിരംഗ ശക്തി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ശരീരം തന്നെ എന്താണ്? 2ആണ് അല്ലെ. നമ്മുടെ ശരീരം തന്നെ എന്താണ്? സ്ഥൂല ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരമുണ്ട്. ഗ്രോസ് ബോഡി ആൻഡ് സട്ടിൽ ബോഡിയാണ്. ഗ്രോസ് ബോഡി അഥവാ സ്ഥൂല ശരീരം എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളായ ജലം, അഗ്നി, വായു അല്ലെ, ആകാശിതെല്ലാം നിർബന്ധമായതാണ്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഈ പഞ്ചേന്ദ്രിയങ്ങളാൽ നിർബന്ധമായതാണ് നമ്മുടെ സ്ഥൂല ശരീരം. സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് സൂക്ഷ്മമാണ്, സട്ടിലാണ്, അത് നമുക്ക് ഇൻടാഞ്ചിബിൾ, നമുക്ക് തൊടാനോ, അത് ഇൻവിസിബിൾ ആണ്, കാണാനൊന്നും പറ്റാത്ത നമ്മുടെ ശരീരം. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവാത്മാവിരിക്കുന്നത്. ശരിയല്ലേ? അപ്പോ ഈ ഇതിനകത്ത് ആ ഭൗതികമായത് അല്ലെങ്കിൽ ആ ബാഹ്യം അല്ലെങ്കിൽ ഭൗതിക പ്രകൃതിയിലുള്ളതെല്ലാം ഭഗവാന്റെ ഈ ബഹിരംഗ ശക്തിയാണ്. ഇനി തടസ്ഥ ശക്തി എന്ന് പറയുന്നത് നമ്മള് മാർജിനൽ, ഈ കയ്യാലപ്പുറത്തെ തേങ്ങ എന്ന് പറഞ്ഞ പോലെ എവിടേക്കും അറിയാൻ നിൽക്കുന്ന എനർജിയാണ് നമ്മുടെ. അതാണ് തടസ്ഥ ശക്തി. ആർക്ക് തന്നിരിക്കുന്നു? ജീവഗണങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഭഗവാന്റെ അന്തരംഗ ശക്തിയുടെയും ബഹിരംഗ ശക്തിയുടെയും നടുക്കുള്ള എനർജിയാണ് ജീവാത്മാക്കളായ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ശക്തി എന്ന് പറയുന്നത് ഏതിനേക്കാൾ വലുതാണ്? ഈ ബഹിരംഗ ശക്തിയെക്കാളും ഉത്കൃഷ്ടമാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. എവിടെ പറയുന്നുണ്ട്? 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ശരിയല്ലേ? 7.3 പറയുന്നു, ഭൂമിരാപോ അനലോ വായുകം മനോബുദ്ധിരേവച അഹങ്കാര ഇതീയമ്മേ ഭിന്നാ പ്രകൃതി രക്ഷത എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം, ഈ 8 അടങ്ങുന്നതാണ് എന്റെ ഭിന്നമായ ഭൗതിക പ്രകൃതി എന്ന് 7.3 പറഞ്ഞിട്ട് 7.4 ഭഗവാൻ പറയുന്നുണ്ട്, അപരേ വിധസ്തുന്യാം പ്രകൃതിയും വിദ്ധിമേം പരാം ജീവഭൂതാം മഹാബാഹോ ഏതം കാര്യതേ ജഗത്. പറയാണ് അർജുന, എനിക്ക് മറ്റൊരു ഉത്കൃഷ്ട ശക്തി കൂടിയുണ്ട്. എന്താണത്? ഈ നേരത്തെ പറഞ്ഞ ഈ ഭൗതിക വിഭവങ്ങളെ, ഈ ഭൗതിക പ്രകൃതിയുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്ന ജീവഗണങ്ങളാണത്, നമ്മളാണ്. അത് ഉത്കൃഷ്ട ശക്തിയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് മനസ്സിലാക്കാതെ ഈ ഭൗതിക പ്രകൃതിയെ കീഴടക്കാനായിട്ട് നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക.
നമുക്ക് അതിനേക്കാളും വലിയ ശക്തിയുണ്ട്. അത് കണ്ടെത്താൻ സാധിക്കാതെ നമ്മൾ ഭൗതികമായിട്ട് ഭൗതിക പ്രകൃതിയെ കീഴടക്കാനുള്ള യുദ്ധത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ആ ശക്തി, നമ്മളുടെ ആ തടസ്സ ശക്തി എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗപ്പെടുത്തണമെങ്കിൽ നമ്മൾ ആത്മാവിന് ഫീസ്റ്റ് കൊടുക്കണം. അതാണ് സോൾ ഫീസ്റ്റ്. നമ്മൾ ആത്മാവിന് അല്ലെ, നമ്മുടെ പ്രസാദിഷ്ടപ്പെട്ട സോൾ ഫീസ്റ്റ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് IMA. അപ്പൊ അതുപോലെ നമ്മുടെ സോളിന് നമ്മൾ ഫീസ്റ്റ് കൊടുക്കണം. എങ്ങനെയാണ്? നമ്മൾ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലൂടെയും പ്രഭാതത്തിന്റെ പർപ്പത്തിലൂടെയും ഈ വിവർത്തനത്തിലൂടെയും ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളായ ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത അല്ലെങ്കിൽ ചൈതന്യ ചരിതാമൃതത്തിലൂടെ എല്ലാം നമ്മൾ ഫീസ്റ്റ് കൊടുക്കും. നേരത്തെ പറഞ്ഞ കാര്യം, ഒരു വ്യക്തിയെ അവിടെ നിന്നാണ് അത് കറങ്ങി ഇങ്ങോട്ട് വന്നത്. ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ പറഞ്ഞു മനസ്സ് അല്ലെ, അയാളുടെ പ്രവൃത്തി, അയാളുടെ വാക്കും പ്രവൃത്തി പോലെ മനസ്സും അറിയണം അല്ലെ. അതാണ് ഞാൻ ഈ പറയുന്നത്. ചൈതന്യ ചരിതാമൃത ക്ലാസ്സിൽ ഗോപാൽ പ്രഭുവിന്റെ നിന്ന് കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞു തന്നൊരു നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി. അതാണ്, അതായത് അതെങ്ങനെ നമുക്ക് ഇത് ചെയ്യാന്ന് വെച്ചാൽ, പ്രഭാതം നമുക്ക് ഭഗവത്ഗീത തന്നിരിക്കുന്നു അല്ലെ. ഭഗവത്ഗീതയിലൂടെ പ്രഭാതത്തിൽ ആ ഭാവാർത്ഥ വിവർത്തനം. അപ്പൊ ഭഗവാന്റെ വാണിയാണ് അല്ലെ, ഭഗവാൻ പറയുന്ന വാക്കുകളിലൂടെ ജന്മകർമ്മ ചമയ ദിവ്യം ഏവം യോ വ്യക്തി തത്വതഃ, തത്വാധിഷ്ഠിതമായിട്ട് ഭഗവാനെ മനസ്സിലാക്കാൻ, നമുക്ക് ഭഗവാന്റെ വാക്കുകൾ മനസ്സിലാക്കാൻ ഭഗവത്ഗീത തന്നിരിക്കുന്നു. ഭഗവാന്റെ പ്രവൃത്തി മനസ്സിലാക്കാൻ എന്ത് തന്നിരിക്കുന്നു? ഭാഗവതം, ശ്രീമദ് ഭാഗവതത്തിൽ മുഴുവൻ ഭഗവാന്റെ പ്രവർത്തനങ്ങളാണ് പറയുന്നത് അല്ലെ. ഭഗവാന്റെ കഥകളാണ് അതിനകത്തെല്ലാം പറയുന്നത്. അപ്പോ ശ്രീമദ് ഭാഗവതത്തിലൂടെ ഭഗവാന്റെ പ്രവൃത്തികൾ മനസ്സിലാക്കി. ഭഗവാന്റെ മനസ്സ് എവിടെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും? ചൈതന്യ ചരിതാമൃതം അല്ലെ. ഭഗവാൻ അവിടെ വന്നിരിക്കുന്നത് എങ്ങനെയായിട്ടാണ്? ചൈതന്യ മഹാപ്രഭുവായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തിനാണ് ഭഗവാൻ അങ്ങനെ വന്നത്? ഗോപ്യാവതാരമാണ് ഭഗവാന്റെ കലിയുഗത്തില് ചൈതന്യ മഹാപ്രഭുവായിട്ട്. കാരണം എങ്ങനെയാണ് രാധാറാണി, എങ്ങനെ ഭഗവാൻ കാണിച്ചാലും രാധാറാണിക്ക് അത്രയും ഭക്തിയാണ് ഭഗവാൻ. കാപട്യമില്ലാത്തൊരു ഭക്തി. എങ്ങനെയാണ് ഇത് സാധിക്കുന്നതെന്ന് ഭഗവാന് തന്നെ അത്ഭുതം. അപ്പൊ ഭഗവാൻ അത് മനസ്സിലാക്കാനായിട്ട് രാധാറാണിയുടെ ഭാവത്തിന് ഭഗവാൻ ഒരു ഭക്തനായിട്ട്, ഭക്തന്റെ പോലെയാണ് അവതരിച്ചിരിക്കുന്നത്. അവിടെ ഭഗവാൻ എന്താ ചെയ്തിരുന്നത്? നമുക്ക് ഏറ്റവും വലിയ കാരുണ്യം, ഭഗവാന്റെ മേഴ്സിയുടെ ഏറ്റവും ഉദാത്തമായ രൂപം. കാരണം എങ്ങനെ കലിയുഗത്തിൽ നമുക്ക് ഭക്തി ചെയ്യാൻ പോയിട്ട് എന്താണ് ഭക്തി എന്നുള്ള ഡെഫിനിഷൻ പോലും അറിയാണ്ട് നടക്കുന്ന സമയത്ത് ഭഗവാൻ കലിയുഗത്തില് ഗോപ്യമായി അവതരിച്ചിട്ട് എങ്ങനെ ഭക്തി ചെയ്യണമെന്ന് കാണിച്ചു തരിക. ഇപ്പൊ കലിയുഗത്തിൽ നമുക്കറിയാം, നമുക്ക് പോയിട്ട് ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യാനോ യജ്ഞങ്ങൾ അനുഷ്ഠിക്കാനോ ഭഗവാന്റെ പാദമൂർത്തികളെ പൂജിക്കാനോ ഒന്നും ദ്വാപരയുഗത്തിലെ പോലെയും നമുക്ക് സാധിക്കില്ല അല്ലെ. ഇപ്പൊ കലിയുഗത്തിൽ നമുക്കറിയാം അത്രയും ഫാസ്റ്റാണ് ലൈഫ്. മാത്രമല്ല ഇവിടെ ഒരു ഭക്തിയിൽ പ്രോഗ്രസ് ആവാൻ അല്ലെങ്കിൽ പുരോഗമിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ വരെ കുറഞ്ഞു വരികയാണ്. അപ്പൊ ഭഗവാൻ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിലൂടെ നമുക്ക് പറഞ്ഞിരിക്കുകയാണ് നാമസങ്കീർത്തന യജ്ഞം തന്നിരിക്കുക അല്ലെ. ഹരിനാമ ജപത്തിലൂടെ നമുക്ക് ഹരേർ നാമൈവ കേവലം കലൈ നാസ്തേവ കലൗ നാസ്തേവ ഗതിരന്യത അല്ലെ. അപ്പൊ ഈ കലിയുഗത്തിൽ നമുക്ക് എന്താണ്? ഹരിയുടെ നാമമല്ലാതെ വേറെ ഒന്നും ചെയ്യാനുള്ള കാര്യം പറഞ്ഞിരിക്കുക. അപ്പൊ അതിലൂടെ ഭഗവാന്റെ മനസ്സ് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നമുക്ക് ഭഗവത്ഗീതയും ഭാഗവതവും ചൈതന്യ ചരിതാമൃതവും നമുക്ക് പോസിബിൾ ആണ്. ഈ ആയുസ്സിൽ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആയുസ് നമുക്ക് തരും. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ടത്, കാരണം മനുഷ്യരൂപം തന്നിരിക്കുന്നത് തന്നെ അതിനാണ്. മാത്രമല്ല നമുക്കിത് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ജന്മ സുഹൃതം കൊണ്ടാണ് അല്ലെ. 84 ലക്ഷം തരം ജീവജാലങ്ങളിലൂടെ നമ്മുടെ ആത്മാവ് കടന്നു പോകുമ്പോൾ 4 ലക്ഷം വരെയുള്ളൂ മനുഷ്യന്റെ ചാൻസ് എന്ന് പറയുന്നത്. ആ 4 ലക്ഷം തരത്തിൽ നമ്മൾ വന്ന് പെട്ടിരിക്കുക. ഈ 4 ലക്ഷം വന്നിരിക്കുന്നത് അവബോധത്തിന്റെ ലെവലനുസരിച്ചാണ്. നമ്മൾ അവബോധം എവിടെ നിൽക്കും? നമ്മൾ മൃഗതുല്യമായ അവബോധമാണ് ഈ 4 ലക്ഷത്തിന്റെ താഴെ കിടക്കുന്നത്. മൃഗതുല്യമായ മനുഷ്യനായിരിക്കും. അപ്പൊ നമ്മള് അവബോധത്തിൽ കഴിഞ്ഞ ജന്മത്തിൽ എവിടെയൊക്കെ ഉയർന്നു നിൽക്കുന്നത് കൊണ്ടാണ് തീർച്ചയായും നമ്മളെല്ലാവരും ഇത് കേൾക്കുന്ന വിളിയിരിക്കുന്നവരെല്ലാവർക്കും ആ ഒരു ഗ്യാരണ്ടി ഭഗവാൻ തരുന്നുണ്ട് അല്ലെ. ഏത് ശ്ലോകത്തിലൂടെ ഭഗവാൻ ആദ്യം തന്നെ 2-ാം അധ്യായത്തില് 40-ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ നമുക്കൊരു വളരെ എൻകറേജിങ് ശ്ലോകങ്ങൾ ഭഗവത്ഗീതയിലുണ്ട് അല്ലെ. അതിനകത്ത് ഒരു പ്രധാന ശ്ലോകമാണ്, വളരെ എൻകറേജിങ് ശ്ലോകമാണ് 2.40. ഏതാണ്? നേഹാഭിക്രമനാശോസ്ത്രീ പ്രത്യവായോ ന വിദ്യത്തെ സ്വല്പമപ്യച്ച ധർമ്മസ്യ ത്രായതേ മഹതോഭയ അല്ലെ. അതായത് ഈ ഭൗതിക ലോകത്തില് നമ്മൾ ഭൗതികമായി എന്താർജിച്ചാലും നമ്മൾ ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കി, പണമായിട്ട് ബാങ്കിലെ FDകൾ ഇട്ട് വെച്ചു, സമ്പത്തായിട്ട് കുറെ ലാൻഡ് വാങ്ങിച്ചു, കുറെ ബിൽഡിംഗ് ഉണ്ടാക്കി, കുറെ വണ്ടികൾ വാങ്ങിച്ചു, സ്വർണം വാങ്ങിച്ചു, കുറെ കാര്യങ്ങൾ ചെയ്തു വെച്ചു. ഇതെല്ലാം ശാരീരികം മാത്രമാണ്, ഭൗതികമാണ്.
ആത്മാവും ശരീരം നമ്മൾ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ശരീരമല്ല ആത്മാവാണ്, ശരീരമല്ല ആത്മാവാണ് 100 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് മനസ്സിലാവോ? ഇല്ല. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. ഇതെല്ലാം ഭൗതി, ഇതിനെങ്ങനെ പ്രാക്ടിക്കലാക്കാം? ഇങ്ങനെ പ്രാക്ടിക്കലാക്കാം. ഇതെല്ലാം നമ്മൾ വാങ്ങി ചോദിച്ചാൽ എന്ത് സംഭവിക്കും? എന്റെ ശരീരം പോകുമ്പോൾ, അല്ലെങ്കിൽ ശരീരം നശിച്ചു പോകുമ്പോൾ, ആത്മാവ് ഈ ശരീരത്തിനെ വിട്ടു പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഞാൻ അടുത്ത സ്ഥലത്ത് ഒരു ശരീരം എനിക്ക് പേരേണ്ടി വരികയാണെങ്കിൽ അവിടെ എല്ലാവർക്കും ഈ ബാങ്ക് അക്കൗണ്ട് ഒക്കെ അവിടെ കിട്ടുമോ? നമ്മളൊരു പുതിയൊരു വീട്ടിൽ പോയി ഒരു കുഞ്ഞായിട്ട് ജനിച്ചു, അപ്പൊ പറയുകയാണ് ഞാൻ ഭയങ്കര, അപ്പൊ ആ വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യം, അപ്പൊ പറയുമോ നമ്മൾ? ഇല്ല, പേടിക്കണ്ട, 5 കോടി എന്റെ അക്കൗണ്ടിൽ കഴിഞ്ഞ ജന്മത്തിൽ കിടക്കുന്നത്, എനിക്ക് ഭയങ്കര ബെൻസ്കാർ കിടപ്പുണ്ട്, നമുക്ക് ഓർമ്മയുണ്ടാവും? ഇല്ല, അത് അവിടെ പോയി, ശരീരത്തോടൊപ്പം നഷ്ടപ്പെട്ടു പോയി. പക്ഷെ എന്ത് നമുക്കുണ്ടാവും? സ്വല്പം അഭ്യസധർമ്മസ്യ ത്രായതേ മഹതോ ഭയ. മഹത്തായ ഭയത്തിനെ വരെ മറികടക്കാൻ സഹായിക്കുന്ന ഒരു കാര്യം നമുക്കുണ്ട്. മഹത്തായ ഭയം എന്താണ്? നമ്മുടെ ഏറ്റവും വലിയ ഭയം എന്താണ്? ഭാവിയെ പറ്റി. മരണഭയത്തിന് അപ്പുറം ഒരു സംഭവം ഉണ്ട്, അല്ലെ? മരണഭയം കടന്നു കഴിഞ്ഞു. ഇവിടെയുള്ള എല്ലാവരും മരണഭയത്തെ കടക്കും. കാരണം വെച്ചാൽ മരണം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. വാസാംസ ജീർണാനി ദേഹനോസ്മി അതേയൊക്കെ പഠിച്ച് നമ്മൾ പാസ്സായിരിക്കുന്നതുകൊണ്ട് നമുക്ക് മരണമൊക്കെ നമ്മൾ കടന്നു പോകും. പക്ഷെ പ്രശ്നം അതല്ല, മരിച്ചു കഴിഞ്ഞാൽ അയ്യോ ഞാൻ എന്തൊക്കെയോ അറിയാണ്ട് ചെയ്തു കൂട്ടിയിട്ടുണ്ടല്ലോ, കഴിഞ്ഞ ജന്മത്തിലൊക്കെ ഒരു ഓർമ്മയില്ല, ഈ ജന്മത്തിൽ തന്നെ എന്താവുന്നൊന്നും ഒരു പിടിയില്ല, അറിയാതെ എന്തൊക്കെയോ ചെയ്തു കൂട്ടിയിട്ടുണ്ടാവും, നാമൊക്കെ ജപിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും എന്തായിരിക്കും എന്റെ ഗതി? അടുത്ത ജന്മത്തിൽ എനിക്ക് എന്ത് ശരീരമായിരിക്കും? മനുഷ്യൻ തന്നെ ആയിരിക്കുമോ? ത്രായതേ മഹതോ പേടിക്കണ്ട. കാരണം എന്താണ്? ഈ സ്വത്തുക്കളും സമ്പാദ്യങ്ങളും ഇതെല്ലാം ഭഗവാനിലേക്ക് നമുക്ക് വിനിയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ. ഇനി മറ്റൊരു കാര്യമുണ്ട്. ഒപ്പം ഇതുപോലെയുള്ള നാമജപവും സാധനയും സത്സംഗവും ഭഗവത്ഗീത, ഭാഗവതം, ചൈതന്യചരിതാമൃതം, പാരായണവും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ആ അക്കൗണ്ടില് പൈസ കയറും. പൈസയല്ല കയറുന്നത്, എന്ത് കയറും? ഭക്തി കയറും. അതിന്റെ പലിശയും കൂട്ടുപലിശയായിട്ട് അടുത്തത് എവിടെയാണോ ജനിക്കുന്നത് ഒരു അപ്ഗ്രേഡ് ഉറപ്പാണ്. കാരണം ഇത് അവിടെ നിന്ന് തുടങ്ങിയത്. അപ്പൊ ഇവിടെ ഒരു 2% ഭക്തിയിൽ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ജനിക്കുന്ന ആ 2 തുടങ്ങിയാൽ മതി. പക്ഷെ മറ്റതെല്ലാം പോയി, കോടിയെല്ലാം ബാങ്കിൽ പോയി, അത് ആൾക്കാർ റിസർവ് ബാങ്ക് കൊണ്ടുപോകും. പക്ഷെ ഇത് ആരും കൊണ്ടുപോകില്ല, ആരും കൈവയ്ക്കില്ല. ഇതിന്റെ പോളിസിയിൽ സൈൻ ഭഗവാനാണ് ഇട്ട് തന്നിരിക്കുന്നത്, വേറൊരാളും അതിൽ സൈൻ ചെയ്തിട്ടില്ല. ആരും സൈൻ ചെയ്യുകയില്ല, ആൾമാറാട്ടം നടത്തി കൊണ്ടുപോകാനും സാധിക്കില്ല. അപ്പൊ നമ്മൾ അടുത്ത ജന്മത്തില് സ്വല്പം എല്ലാ ഭയങ്ങളും നമുക്ക് മറന്നാൽ ഭയക്കേണ്ട ആവശ്യമില്ല. അടുത്തത് എവിടെ ജനിച്ചാലും നമുക്ക് ഇവിടെ എന്ത് ചെയ്തോ അത് നഷ്ടപ്പെട്ടു പോകില്ല. അതാണ് പറഞ്ഞത്. ആ ശ്ലോകം നമുക്ക് ഒരു പ്രതീക്ഷ നൽകുന്നു, അല്ലെങ്കിൽ നമുക്ക് ഒരു എൻകറേജ്മെന്റ് നൽകുന്നു. കാരണം എന്താ? നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്ന് ഞാൻ വിശ്വസിക്കുന്നു, തീർച്ചയായും എന്റെ കാര്യം ഞാൻ പറയാം, ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഇവിടെ ഇരുന്ന് എനിക്ക് 18-ാം അധ്യായം പറയാനുള്ള ഒരു യോഗ്യത ഇല്ലെങ്കിൽ പോലും ഭഗവാൻ എന്നെ ഇവിടെ ഗുരുവിന്റെ കൃപ കൊണ്ട്, കൃപാതന്റെ കൃപ കൊണ്ട്, ഭഗവാന്റെ കൃപ കൊണ്ട്, ഇവിടെയുള്ള വൈഷ്ണവരുടെ എല്ലാ കൃപ കൊണ്ട് ഇവിടെ ഇരുന്നിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും എനിക്കൊരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്തോ ഒരു കാര്യം അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. ശരിയല്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് കേട്ടിരിക്കാനും സാധിക്കില്ല. അപ്പോ ഇത് തന്നെയാണ് ഭഗവത്ഗീത പഠിക്കുന്നത്. നമ്മൾ ഓരോ ശ്ലോകത്തിലൂടെയും നമ്മൾ അതിൽ നിന്നുള്ള ഊർജ്ജം ഉൾക്കൊണ്ട് അടുത്ത ശ്ലോകം പഠിച്ച് പോകണം. അങ്ങനെ നമ്മൾ 18 അധ്യായങ്ങൾ നമ്മൾ 700 ശ്ലോകം കടന്നു പോകുമ്പോൾ നമുക്ക് തീർച്ചയായും ഒരു ട്രാൻസ്ഫോർമേഷൻ, നമുക്കൊരു മാറ്റം അത് സംഭവിക്കും. അത് സംഭവിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ആ ബോധം ഉണ്ടായിരിക്കണം. നമുക്ക് എന്തൊക്കെ നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങൾക്ക് ആ ഭഗവത് ഭക്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഭഗവാൻ എല്ലാം അറിയുന്നു, മനസ്സിലാക്കുന്നു എന്നുള്ള ബോധം ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മുടെ പ്രവൃത്തി, നേരത്തെ പറഞ്ഞ കാപട്യം നമ്മൾ പാടില്ല, അല്ലെ? നമ്മളൊരു എന്തെങ്കിലും ആയിട്ട് അഭിനയിക്കുക, അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത കാര്യം നമ്മൾ ഇഷ്ടമാണെന്ന് കാണിക്കുക. എന്നാൽ തന്നെ മറ്റുള്ളവർക്ക് എന്താ പറയുന്നത്, ഭാഗവത്തിൽ പറയുന്നുണ്ടല്ലോ, വിതുരര് വരുമ്പോ യുദ്ധത്തിന് മുന്നേ വിതുരര് പോവും, അല്ലെ? ദുര്യോധനൻ വളരെ മോശമായിട്ട് വിതുരരോട് പെരുമാറും. ചെറിയച്ഛനാണ്, പക്ഷെ പെരുമാറ്റം വളരെ മോശമായി സംസാരിക്കുമ്പോൾ വിതുരർ അവിടെ വിട്ടുപോയി തീർത്ഥരാടനം എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്നത്, യുദ്ധം എല്ലാം കഴിഞ്ഞ് യുധിഷ്ഠിരൻ രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്ന സമയത്താണ്. എല്ലാവരെയും വളരെ സന്തോഷിപ്പിച്ചുകൊണ്ട് വിതുരര് വരികയാണ്. അപ്പൊ വിതുരരെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഭാഗവതത്തിൽ ആ ശ്ലോകം പറയുന്നുണ്ട് 1-ാം സ്കന്ധത്തിൽ. അത് അത്രത്തോളം ഉന്മേഷം എല്ലാവർക്കും വരികയാണ് വിതുരരെ കണ്ടത്. അപ്പൊ അതേപോലെയാണ് യുധിഷ്ഠിരൻ അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. അപ്പൊ യുധിഷ്ഠിരൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് യുധിഷ്ഠിരന് വിതുരരെ. വിതുരനോട് ചോദിക്കുന്നുണ്ട്, അങ്ങ് എല്ലാവരും ചുറ്റി സഞ്ചരിച്ചാണല്ലോ വന്നിരിക്കുന്നത്. അപ്പൊ ദ്വാരകാപുരിയിലൊക്കെ, കാരണം കൃഷ്ണൻ പോയതിന്റെ വിഷമം പോയിട്ടില്ല. അപ്പൊ ദ്വാരകാപുരിയിലെല്ലാം പോയിട്ട് അവിടെയൊക്കെ എങ്ങനെയുണ്ട്, അവിടെ എല്ലാവർക്കും ഇത് സൗഖ്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ വിതുരര്
ശരിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ എന്ത് സംഭവിച്ചു? യദുകുലമൊക്കെ അപ്രത്യക്ഷമായി തുടങ്ങി. പക്ഷെ അത് വിതുരർക്ക് അറിയാം. പക്ഷെ വിതുരർ ഇവിടെ പറയുന്നത് അതാണ് അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കുക എന്നുള്ളൊരു കാര്യം അവിടെ പറയുന്നുണ്ട് ഭാഗവതത്തിൽ. വിതുരര് ആ ലെസൺ നമുക്ക് തരുന്നത്. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ ചിലരോട് പറയുമ്പോൾ ആ അവസ്ഥയിൽ അത് പറഞ്ഞ് അവിടെ ആ പ്രിയ സത്യം പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഊർജം കെടുത്തേണ്ട ആവശ്യമില്ല. നമ്മളിത് നമ്മുടെ സ്വഭാവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പൊ ചിലര് പറയും നമുക്ക് എല്ലാവരോടും എന്ത് കാര്യം അപ്പപ്പോ പറയാം. പക്ഷെ അങ്ങനെയല്ല, പറയണം, സത്യമായ കാര്യം പറയണം. പക്ഷെ അത് നോക്കി കണ്ടും അവസ്ഥ പോലെ പറയാം. ആ വ്യക്തിയുടെ മനസ്സ് വേദനിപ്പിക്കാത്ത രീതിയിൽ നമ്മൾ പറയാൻ ശ്രമിക്കാറുണ്ട്. അതാണ് വിതുരരുടെ ഒരു ഇത് നമുക്ക് പറയാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നത്, നമ്മൾ വാക്കുകൾ പറഞ്ഞാലും, നേരത്തെ പറഞ്ഞു മനസ്സാ വാച കർമ്മണ പറഞ്ഞു. അപ്പൊ വാക്കുകൾ നമ്മൾ പറഞ്ഞാലും അത് പ്രവർത്തിച്ചാലും നമ്മൾ മനസ്സിൽ എന്ത് കണ്ടാലും നമ്മുടെ ഉള്ളിലെല്ലാം പരമാത്മാരും വേണ്ട ഭഗവാൻ അറിയുന്നുണ്ട്, അല്ലെ? അതുപോലെ തന്നെ വേറൊരാൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ പ്രവൃത്തികൾ. ചിത്രകൂട്ടൻ ഫയലിൽ എഴുതി കേട്ടുന്നുണ്ട്, അല്ലെ? അജാമളന്റെ കഥയിൽ നമുക്കറിയാം, അല്ലെ? അജാമളന് എന്തെല്ലാം കാര്യങ്ങള് ചെയ്യാൻ പാടില്ലാത്ത എല്ലാം ചെയ്തു കൂട്ടിയതെല്ലാം വെച്ചിട്ട് അവര് യമകിങ്കരന്മാരെ അദ്ദേഹത്തിനെ പിടിക്കാൻ വന്നു നോക്കുമ്പോ എന്താണ് അവിടെ വിഷ്ണുദൂതരാണ് നിൽക്കുന്നത്. അപ്പൊ അവര് ലിസ്റ്റ് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു നല്ല കാര്യം പോലും ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഇവര് വന്നിരിക്കുന്നത്? തിരിച്ചു പോയി ചോദിക്കുമ്പോ യമരാജൻ പറയും എന്താണ്, യമദൂതന്മാരല്ല വിഷ്ണുദൂതന്മാരുണ്ടെങ്കിൽ ആ വഴിക്ക് പോകണ്ട, അത് എഗ്രിമെന്റ്, ആ വഴിക്ക് പോകണ്ട. അപ്പോഴാണ് കാരണം അശാമ്പിളൻ നാരായണ എന്നുള്ള ഇളയ മകനെ അത്രയും വാത്സല്യത്തോടെ വിളിച്ചപ്പോ ഗോലോകത്തിൽ നിന്ന് ഭഗവാൻ വിളി കിട്ടുന്നുണ്ട്. അതാണ് വാത്സല്യത. അപ്പൊ അതാണ് ആ രീതിയിലായിരിക്കണം നമ്മളുടെ കാപട്യമില്ലാത്ത ഭക്തി. നേരത്തെ പറഞ്ഞ പോലെ കാപട്യം പാടില്ല, രാധാറാണിയുടെ ഭക്തി എന്ന് പറഞ്ഞ പോലെ അതുപോലെയാണ് അജാമളൻ വിളിച്ചത്. അതുകൊണ്ട് അജാമളന് മോക്ഷം ലഭിച്ചു, അല്ല? അജാമളൻ പിന്നെ ആയുസ് കുറച്ചുകൂടി കിട്ടി. അജാമളൻ ഭക്തി സേവനത്തിലേക്ക് തിരികെ വരികയും ചെയ്തു, അല്ലെ? എന്നിട്ടാണ് അജാമളൻ പിന്നെ വിഷ്ണു അല്ലെങ്കിൽ വിഷ്ണു ലോകത്തേക്ക് അല്ലെങ്കിൽ മോക്ഷം പ്രാപിക്കുന്നത്. അതുപോലെ അപ്പൊ ചിത്രഗുപ്തൻ ഇതെല്ലാം നോട്ട് ചെയ്യുന്നു പറഞ്ഞപ്പോ ഭാഗവത്തിലെ ഒരു കാര്യം, വിതുരന്റെ കാര്യം പറഞ്ഞപ്പോ ആലോചിക്കാണ്, യമരാജാവിന് പോലും രക്ഷയില്ല, അല്ലെ? എന്ത് സംഭവിച്ചു? മണ്ഡൂകമുനിയുടെ കഥ എല്ലാവർക്കും അറിയാൻ പറ്റും, അല്ലെ? മണ്ഡൂകമുനിക്ക് എന്ത് പറ്റുന്ന വെച്ചാൽ മണ്ഡൂകമുനിയുടെ ആശ്രമത്തിൽ കുറച്ച് കള്ളന്മാര് കുറെ വസ്തുക്കളെല്ലാം കട്ടിട്ട്, എല്ലാവർക്കും അറിയണേയിരിക്കും പഴയ ഭാഗവതത്തിലുള്ളത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ആ കള്ളന്മാര് ആ മുനിയുടെ ആശ്രമത്തിൽ കയറിയത്. അപ്പൊ രാജാവ് എന്ത് ചെയ്തു? കിങ്കരന്മാരെ വിട്ട് കള്ളന്മാരെ പിടിച്ച കൂട്ടത്തില് ഈ ഇന്ന് സംഭവിക്കുന്നില്ലേ, നമ്മൾ പറയുമല്ലോ വണ്ടിയിലൊക്കെ ലിഫ്റ്റ് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറയും. ആരെങ്കിലും പിള്ളേരൊക്കെ എനിക്ക് ചോദിക്കുന്നത് സ്കൂൾ ബാഗൊക്കെ ഉണ്ടാവും. പക്ഷെ എന്റെ ഒരു പരിചയമുള്ള ഒരാൾക്ക് സംഭവിച്ച കാര്യമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഒരിക്കലും ഒരാൾക്ക് ലിഫ്റ്റ് കൊടുക്കരുത്. കാരണം വെച്ചാല് പരിചയമില്ലാത്ത ഒരാൾക്ക് ലിഫ്റ്റ് കൊടുത്തപ്പോ ആ സ്കൂൾ കുട്ടികൾ കയറുന്നത് ഇവിടെ നിന്ന് അടുത്ത സ്റ്റോപ്പ് വരെ ഒന്ന് ഇറക്കാൻ പറയും. അതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ചെക്ക് പോസ്റ്റ് പോയിന്റ് ഉണ്ടാവും. ഇവരൊക്കെ അറിയാം, നമുക്കറിയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവും, നമ്മളറിയില്ല. പോലീസിന്റെ ഒക്കെ അവര് യൂണിഫോം ഇല്ലാതെ ചില പോയിന്റുകൾ ഈ കൊടുത്തു വിടുന്ന സാധനം ചിലപ്പോൾ ഡ്രഗ്സ് ഒക്കെ ആവും. അപ്പൊ ഇവര് നമ്മളോട് പറയും 1-2 സ്റ്റോപ്പ് അപ്പുറം ഇറക്കാൻ പോകും. യോജിക്കായിരിക്കും അവിടെ വരെ ഇറക്കിയാൽ പോലെ. ഇതിനിടയിൽ ഒരു ചെക്ക് പോയിന്റ് ഉണ്ടാവും. അപ്പൊ ഈ കുട്ടികളെ ആളുടെ ഐഡന്റിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും CIDs, നമ്മുടെ ഇവര് എന്താ പറയുക ഷാഡോ പോലീസ് ഒക്കെ. അപ്പൊ ഇവര് അപ്പുറത്തേക്ക് കടക്കുമ്പോ ഇവര് ഓപ്പൺ ആയിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോ ഇവര് നടന്നു പോയാലോ വേറെ പോലെ ഇവരെ പിടിക്കപ്പെടാതിരിക്കാൻ ഇവര് ആരെങ്കിലും ഒരു സാധാരണ പൗരനെ കൂട്ടുപിടിക്കും. നമ്മളാണ് പോയി പെടുന്നെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ കൂടെ കയറിയിരിക്കും. ഇത് ക്രോസ് ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും സംശയം വ്യക്തിയിൽ തോന്നിയാൽ വണ്ടി പിടിക്കുമ്പോൾ ഈ ഇദ്ദേഹത്തിന്റെ ബാഗിൽ നിന്ന് കുട്ടിയായിരിക്കാം, സ്കൂൾ കുട്ടിയായിരിക്കാം, ബാഗിൽ നിന്ന് ഈ സാധനം കണ്ടു കിട്ടിയാൽ കാരണം അവനും അറിയില്ല എന്താന്ന്. അവന് ഒരു അങ്കിളാ കൊടുത്തിരിക്കുന്നത്, ഒരു ആന്റി കൊടുത്തിട്ട് പറയും പോലെ ഇതൊന്ന് ഇന്നൊരാൾക്ക് കൊടുക്കും, നിനക്ക് അതിന് വേണ്ടിയിട്ട് ഒരു 500 രൂപ നിനക്ക് പോക്കറ്റ് മണി തരാം. 500 രൂപ ഈ സാധനം അവിടെ കൊടുത്താലോ ഞാൻ ചെയ്യാം. ഒരു 500 രൂപ വെറുതെ കിട്ടുക, അല്ലെങ്കിൽ 1000 രൂപ വേണമെങ്കിൽ കൊടുക്കാം. അവരെത്ര വേണമെങ്കിലും കൊടുക്കും. പക്ഷെ ഇത് സംഭവിക്കുന്ന കാര്യം നമ്മുടെ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഇവിടെയൊക്കെ സംഭവിക്കുന്നുണ്ട്, നമ്മുടെ ഈ സംസ്ഥാനത്തിൽ വരെ സംഭവിക്കുന്ന കാര്യം. കാരണം എന്റെ പോലെ പോലീസ് സുഹൃത്തുക്കൾ ഇത് പറയാറുണ്ട്. അപ്പോ അവിടെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ നമ്മുടെ ഈ നിരപരാധിയായ വ്യക്തി അങ്ങോട്ട് കടത്തിക്കൊണ്ടു പോകുമ്പോൾ ആ പോലീസ് ചെക്കിങ്ങിൽ എന്ത് പറ്റും? അവരെ പിടിക്കുന്നതിനോടൊപ്പം ആ പാവം ആ വണ്ടി ഓടിച്ചിരുന്ന ആള് അകത്താം. പിന്നെ പണി അല്ലെ, പിന്നെ കൊട്ടാരത്തേക്കുള്ള ഒരു പണിയാണ് നമുക്ക് അവിടുന്ന് ഊരിപ്പോയാൽ. അതുപോലെ മണ്ഡൂകമുനിയെ ആര് പിടിച്ചോണ്ടുപോയി? രാജകിങ്കരന്മാരെ പിടിച്ചോണ്ട് വയ്ക്കാതെ അപ്പോൾ അവിടെ ചെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എന്തോ അദ്ദേഹത്തിന് എന്താണ് കുന്തം കൊണ്ട് കുത്തിക്കൊല്ലാനുള്ള ഒരു വിധി ഇടും. പക്ഷെ ആ സമയത്ത് രാജാവ് ഇടപെടുകയും അതിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും. അപ്പൊ അദ്ദേഹത്തിന് മണ്ഡൂകമുനി ഞാൻ ഇത്രയും സ്വാത്വികനാണ്, ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, എത്രയും സ്വാത്വികനായിട്ട് ഭഗവത് ഭക്തിയിൽ പോകുന്നത്, എനിക്ക് ഈ ഒരു അവസ്ഥ എങ്ങനെ ഞാനിങ്ങനെ അപമാനിതനെ പിടിക്കപ്പെട്ടു, എന്നെ കുന്തം കൊണ്ട് കുത്തിക്കൊല്ലാനുള്ള അവസ്ഥയൊക്കെ വന്നു. ഇത് ചോദിച്ചിട്ട് എന്നെ കാര്യം തോന്നിട്ട് യമരാജന്റെ അടുത്ത് ചോദിക്കും. അല്ല
ചിത്രഗുപ്തന്റെ അടുത്ത് ചോദിക്കും. ചിത്രഗുപ്തന്റെ അക്കൗണ്ടിൽ എഴുതി, ചിത്രഗുപ്തൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം വളരെ കുഞ്ഞായിരിക്കുമ്പോ ഉറുമ്പിനെ വൈക്കോലിന്റെ തുമ്പ് വെച്ചിട്ട് കുത്തി കൊന്നിരുന്നു. അപ്പൊ അതിനാണ് ഒരു ശിക്ഷ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന് ഒക്കെ ദേഷ്യം, ഇദ്ദേഹത്തിന്റെ ആ ഒരു അന്നത്തെ ഒരു അറിവിന്റെ കലം വെച്ചിട്ട് കണ്ണ് അല്ലെ. അപ്പോ അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം യമരാജൻ ഇത്തരൊരു ഞാനൊരു പക്വമല്ലാത്തൊരു പ്രായത്തിൽ ഇങ്ങനൊരു കാര്യം ചെയ്തതിന് എനിക്ക് ഇത്രയും വലിയൊരു ശിക്ഷ എന്നുകൊണ്ട് നീ ഒരു ശൂദ്രനായി പറയട്ടെ എന്ന് യമരാജന് ശാപം. അതാണ് ആര് വിതുരനായിട്ട് ജനിക്കുന്നത്. കാരണം വിതുരൻ അതാണ് വിതുരന്റെ ധർമ്മത്തിന് അത്രയും പ്രത്യേക. കാരണം യമരാജൻ തന്നെയാണ്. അപ്പോ പറഞ്ഞു വന്ന ഇതാണ്, നമ്മള് കാപട്യം നമ്മൾക്ക് പാടില്ല. അപ്പൊ നമ്മൾ ഭഗവത്ഗീത പഠിക്കുമ്പോൾ ഫിലോസഫിയിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭൗതികമായി എല്ലാം നമ്മൾ ആർജിച്ചു കൂട്ടുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഇതെല്ലാം ഭഗവത് സേവനത്തിനായിട്ട് നമുക്ക് വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ കാപട്യത്തിന്റെ കാര്യം ഈ പറഞ്ഞ പോലെ, പിന്നെ നമ്മുടെ ഉള്ളിലെപ്പോഴും ഈ ഒരു ഭക്തിയുടെ ഒപ്പം തന്നെ ഈ ചിന്ത ഉണ്ടാവണം. നമ്മൾ ചെയ്യുന്നതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. നമുക്ക് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീർച്ചയായും നമ്മളുടെ അടുത്ത ജന്മം നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മള് സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ പറഞ്ഞ പോലെ ആ ഭയത്തിൽ നമുക്ക് രക്ഷപ്പെടാം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഭഗവത് ഭക്തിയിൽ നമ്മൾ മുന്നേറിയാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇപ്പോ ഭഗവത്ഗീത 17 അധ്യായത്തിലൂടെ ഭഗവാൻ ഇത് തന്നെയാണ്. ആ 17ന്റെ അവസാന ശ്ലോകം വരെ ഓം തത്സത് പറഞ്ഞു നിർത്തുന്നത് വരെ ഭഗവാൻ പറഞ്ഞത് ഇത് തന്നെയാണ്. എല്ലാത്തിലും ആ കൃഷ്ണാവബോധത്തോടു കൂടി മാത്രം നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാറുള്ളൂ. അപ്പൊ അതിന്റെ പ്രാക്ടിക്കലായിട്ട് നമുക്കത് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇതിന്റെ എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ അതിലൂടെ തന്നെ വേണം നമ്മൾ മുന്നോട്ട് നമ്മുടെ ജീവിതം കൊണ്ടുപോകാൻ. എന്നാൽ മാത്രമേ നമ്മൾക്ക് ഈ മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ 84 ലക്ഷം തരം ആ ശരീരങ്ങളിൽ നമുക്ക് ഈ 4 ലക്ഷം തരം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അപൂർവ അവസരം നമ്മൾ നഷ്ടപ്പെടുന്നു അല്ലെ. കാരണം അവബോധം കിട്ടുന്ന ഒരു ജന്മം അല്ലെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ തടസ്ഥ ശക്തി നേരത്തെ പറഞ്ഞല്ലോ, ഈ ജീവാത്മാവ് അല്ലെ ജീവഗണങ്ങള് ഭഗവാന്റെ തടസ്ഥ ശക്തിയാണ് അല്ലെ. പക്ഷെ ഈ തടസ്ഥ ശക്തിയിൽ വരുമ്പോ എല്ലാവരും പെടും അല്ലെ. നമ്മള് അനിമൽസ് ഉണ്ട്, പ്ലാന്റ് ഉണ്ട് അല്ലെ, എല്ലാവരും ജീവഗണങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവരും പെടുന്നില്ല. അപ്പോ നമ്മളൊരു മരമായാൽ, മരത്തിലും ഒരു ജീവാത്മാവുണ്ടല്ലോ, മരമായാലും നമുക്ക് ഭഗവത് ഭക്തിയിൽ മുന്നേറാൻ സാധിക്കുമോ? സാധിക്കില്ല അല്ലെ. നമ്മൾ എന്താവണം? മനുഷ്യൻ തന്നെയാവണം അല്ലെ. 20 ലക്ഷത്തോളം മരങ്ങളാണെന്നാണ് പറഞ്ഞത്. 84 ലക്ഷത്തില് 20 ലക്ഷത്തോളം ഒക്കെ പ്ലാന്റ്സ് ആൻഡ് ഇങ്ങനെ ചെറിയ മരങ്ങളാണ്, ട്രീസ് ഒക്കെയാണ്. അപ്പൊ അതുപോലെ തന്നെ 30 ലക്ഷത്തോളം മൃഗങ്ങളാണ്, 11 ലക്ഷത്തോളം റെപ്റ്റൈൽസ് ആണ്, ഉരകങ്ങളാണ്, 10 ലക്ഷത്തോളം പക്ഷികളാണ്. അപ്പൊ അങ്ങനെ വരുന്നതിനകത്ത് 4 ലക്ഷമുള്ളൂ മനുഷ്യന്റെ ചാൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 ലക്ഷം അവസരം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ഈ 4 ലക്ഷം തന്നെ എങ്ങനെയാണ് അവബോധത്തിന്റെ ലെവൽ അനുസരിച്ചാണ്. അപ്പോൾ ഏതോ ഒരു ലെവലിൽ നമ്മൾ മൃഗതുല്യമായി നിൽക്കുമ്പോൾ നമ്മുടെ ഏറ്റവും താഴത്തായിരിക്കും. അപ്പൊ ആ താഴെക്കടയിൽ നിന്ന് എങ്ങനെ ഉയർന്നു വന്നൊരു സ്ഥിതിയിൽ എത്തിയോണ്ടാണ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം വായിക്കാനും പറയാനും എനിക്ക് ഇവിടെ ഇരിക്കാനും എനിക്ക് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇനിയും ഉയർന്നു പോകാനാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ താഴെ പതിക്കും. മനുഷ്യനെ തന്നെ വളരെ അധമമായ രീതിയിൽ താഴേക്ക് പതിച്ചാലും നമുക്ക് വീണ്ടും താഴോട്ട് പോകാനും ഏതെങ്കിലും മൃഗമോ സസ്യമോ മരമോ ഒക്കെ ആയി പോകാനുള്ള അവസരങ്ങളിലേക്ക് പോയി വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുത്തെ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ ഇവിടെ പ്രഭാതത്തിൽ പറയുന്നു, ത്യാഗവും ത്രിഗുണാതീതമായ ആധ്യാത്മിക അവസ്ഥയിൽ എത്തിച്ചേരലുമാണ് ജീവിതത്തിന്റെ ഉദ്ദേശം എന്ന് ഭഗവത്ഗീത പറഞ്ഞു. സത്വരജോ തമോ ഗുണങ്ങളെ അതിക്രമിക്കണം. 3 ഗുണങ്ങളെ അതിക്രമിക്കണം. ആദ്യം നമുക്ക് വേണ്ടത് സത്വഗുണത്തിൽ വരികയാണ്. നമ്മൾ ആദ്യം തമോ ഗുണങ്ങളെ എല്ലാം ഒഴിവാക്കണം. ക്രോധം, ദേഷ്യം അല്ലെ, ആഹാരങ്ങളിലുള്ള ശ്രദ്ധ, മത്സ്യമാംസാദികളെല്ലാം ഒഴിവാക്കണം. പച്ചക്കറി ഭക്ഷണത്തിലേക്ക് വരണം. അപ്പൊ അതെല്ലാം നമ്മളുടെ തമോ ഗുണങ്ങളെ അധികരിക്കുന്ന വസ്തുക്കൾ അതെല്ലാം ഒഴിവാക്കണം. ദേഷ്യം എല്ലാം ഒഴിവാക്കണം. അതുതന്നെ രജോ ഗുണം, നമ്മൾ ഒരുപാട് ആസക്തികളുടെ പുറകെ പോവുക, ഡിസൈൻസിന്റെ പുറകെ പോകുമ്പോൾ അത് രജോ ഗുണം, അത് ഒഴിവാക്കിയിട്ട് നമ്മൾ സത്വഗുണത്തിൽ വരിക. സത്വഗുണത്തിൽ മാത്രം നിന്നാൽ മതിയോ? പോരാ. സത്വഗുണം നല്ലതാണ്, പക്ഷെ സത്വഗുണത്തിൽ മാത്രം നിന്നാൽ വീണ്ടും നമ്മൾ ബെറ്ററായി തീരും. സന്തോഷം കൊണ്ടും സംതൃപ്തി കൊണ്ടും
ആസ്വാദനം കൊണ്ടൊക്കെ നമ്മൾ വീണ്ടും ബെറ്ററായിട്ട് അങ്ങനെ തന്നെ വീണ്ടും ജന്മമൃത്യു ജരാവാക്ക് നടന്നുകൊണ്ടിരിക്കും. പക്ഷെ അതിന് മുകളിൽ വരുന്നത്, അതിനാണ് കൃഷ്ണാബോധം നമ്മൾ പരിശീലിക്കുന്നത്. അപ്പൊ അതിന് ഭഗവാന്റെ ഇച്ഛ വേണം, ഭഗവാന്റെ കാരുണ്യം വേണം. ഭഗവാന്റെ കാരുണ്യം കിട്ടാനായിട്ടാണ് നമുക്ക് ഏറ്റവും എളുപ്പ വഴി കുർബാനയിൽ നിന്നിരിക്കുന്നു മാലയിൽ ജപിക്കുക. ചൈതന്യ മഹാപ്രഭു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു സങ്കീർത്തനത്തിന്റെ പ്രാധാന്യം. പ്രഭാതർ അതിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് നമുക്ക് എല്ലാ പുസ്തകങ്ങളിലും അദ്ദേഹം അത് വിവർത്തനത്തിലായാലും ഭാവാർത്ഥത്തിലായിട്ട് വിശദമായിട്ട് തന്നിരിക്കുന്നു. അപ്പോൾ ഈ സത്സംഗം കൊണ്ടും ഈ നാമ ജപം കൊണ്ടും നമുക്ക് തീർച്ചയായും കൃഷ്ണാബോധത്തിൽ മുന്നോട്ട് വരാനും, നമുക്ക് ഈ കലിയുഗത്തില് നേരത്തെ പറഞ്ഞ പോലെ കൃഷ്ണാബോധത്തിൽ പുരോഗമിച്ച് നമുക്ക് ആ മനുഷ്യൻ എന്ന രീതിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ജന്മത്തെ നമുക്ക് ഉപയോഗപ്പെടുത്തി അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനും സാധിക്കുകയുള്ളൂ. അത് സാധിക്കട്ടെ എല്ലാവർക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഉണ്ടോ? സംശയമല്ല, എന്തെങ്കിലും ഉണ്ടോ? എനിക്കെല്ലാം അറിയില്ല, പക്ഷെ പറഞ്ഞു തരാൻ കഴിവുള്ളവരുടെ ഉണ്ട്. അപ്പൊ ധൈര്യമായിട്ട് ചോദിക്കാം. ആൾക്കാരിങ്ങനെ സമ്പാദിക്കാന്നുള്ളതാണല്ലോ മെയിൻ എയിം. ഇപ്പൊ ഇങ്ങനെ ഇവൻ മിഡിൽ ഈസ്റ്റിലൊക്കെ പോകുമ്പോൾ അതിന്റെ പൈസ പറഞ്ഞ് ഓരോ ഡോക്ടേഴ്സിന്റെ അവിടെ ചോദിച്ചതൊക്കെ പോകും. ഇപ്പൊ യുദ്ധം നടക്കുക. അപ്പൊ അവർക്ക് എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്, എന്തിനാ ഇത്ര പൈസ സമ്പാദിക്കുന്നത്, വീട് വെച്ചു അത് ബോംബ് വെച്ച് തകർക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടും അത് അൺറിയൽ അല്ല എന്നുള്ള പ്രോസസ് എത്തിപ്പെടാൻ ഒരു ബുദ്ധിമുട്ട് തീർച്ചയായും വരും. കാരണം വെച്ചാല് ഭൗതിക ആസക്തി അത്ര കഠിനമാണ്. അതാണ് ഭഗവാൻ പറയുന്നത്, ബഹൂനാം ജന്മനാമന്റെ ജ്ഞാനവാൻമാം പ്രപത്തിന്റെ വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭം. കാരണം അനേക ജനന മരണങ്ങൾക്ക് ശേഷമേ നമുക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാകുകയുള്ളൂ. അപ്പോ ഇപ്പോ നമ്മള് ഭൗതിക വസ്തുക്കൾ അല്ലെങ്കിൽ ആസ്വാദനത്തിനുള്ള കാര്യങ്ങൾ സ്വരുക്കൂട്ടുന്ന ആ വാസനയിൽ ചെന്ന് യുദ്ധം, ഇപ്പൊ പറഞ്ഞ പോലെ യുദ്ധമൊക്കെ നടക്കുന്നു. എന്നാൽ പോലും ഇപ്പോഴും ആ ചിന്ത വരാണ്ട് വീണ്ടും അല്ലെ, അതെ, അതങ്ങനെ തന്നെയാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ദോഷം. അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അതാ പറഞ്ഞത്, നമ്മൾക്കൊരു ഭാഗ്യമാണ് ഈ എന്താ പറയുക, ഇങ്ങനെ ഒരു സത്സംഗത്തിൽ വന്ന് ചേരാനും നമുക്ക് ആ ഒരു ചിന്ത വരുന്നത് തന്നെ ഒരു ഭഗവാന്റെ എന്താ പറയുക ഒരു കാരുണ്യം കൊണ്ടാണ്. അപ്പൊ മറ്റുള്ളവർക്കും ആ ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് സമയമായിട്ടില്ല. അപ്പൊ അവർ ആ ഭൗതിക ആസ്വാദനത്തിൽ വിടാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അവർ ആസ്വാദനത്തിൽ തന്നെ കിടക്കാം. അത് എപ്പോഴാണോ അവർക്ക് അതിന്റെ മടുപ്പ് വരുന്നത്, അല്ലെ, അത്രയും കഴിഞ്ഞാലേ പതുക്കെ അത് ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടാവാം. ചിലപ്പോ ഒരു സുഹൃത്ത് വഴിയാവാം, ചിലപ്പോ ഒരു പുസ്തകം വായിക്കുന്നുണ്ടാവാം, ചിലപ്പോ യാദൃശ്ചിക സഞ്ചരിക്കുമ്പോൾ ഒരു ശ്രവണത്തിലൂടെയാവാം. ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്, അല്ലെ, ഒന്ന് ആലോചിച്ച്. പാരമ്പര്യമായിട്ട് കൃഷ്ണാബോധത്തിൽ വന്നതായിരിക്കണമെന്നില്ല എല്ലാവരും, അങ്ങനെ വന്നവരും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ ചിലര് ചിലപ്പോൾ ശ്രവണം കൊണ്ടാവാം, അല്ലെങ്കിൽ ഒരു പരിചയക്കാരൻ മുഖേനയാവാം. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുന്നത് ഒരു സുഹൃത്താണ്. ഞാനും 20 വർഷത്തോളം ഗൾഫ് നാടുകളിൽ തന്നെയായിരുന്നു. പക്ഷെ അവിടെ നിന്ന് തന്നെ കൃഷ്ണാബോധം ലഭിക്കാൻ കാരണം എന്താ, പൂർണ്ണമായും പറയുകയാണെങ്കിൽ നമ്മളൊരു ലക്ഷറി ലൈഫിൽ തന്നെയാണ് നമുക്ക് കൃഷ്ണാബോധം കിട്ടിയത്. അത് ഭഗവാന്റെ കാര്യമാണ്. കാരണം അതൊരു സുഹൃത്ത് വഴിയാണ്. ആ സുഹൃത്താണെങ്കിലും ഭയങ്കര ലക്ഷറിയിൽ ജീവിക്കുന്ന ആളാണ്. അദ്ദേഹം ഭക്തിയായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ളൊരു ഒരു കാര്യവുമായിരുന്നു. അതാണ് പറയേണ്ട ഒരു കാര്യം. പക്ഷെ അദ്ദേഹം വന്നിട്ട് നമ്മളെ ഒരു സത്സംഗം നടത്തുന്നതിന് ക്ഷണിക്കുക. അപ്പൊ അദ്ദേഹത്തിന് ഒരു മുൻകോപമുണ്ട്. അദ്ദേഹത്തിന്റെ മുൻകോപം അദ്ദേഹത്തിന് ചെന്നില്ലെങ്കിൽ അദ്ദേഹം ദേഷ്യപ്പെടുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അല്ലാതെ എനിക്കും ഞാൻ 33 കോടി ദേവീ ദേവതകളിൽ ഒന്നാണ് കൃഷ്ണൻ എന്ന് വിചാരിക്കുന്ന സമയമാണ്. മനസ്സിലായത്? അപ്പൊ യാതൊരു അറിവുമില്ല, ഭഗവാനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പോ അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ അദ്ദേഹം നമ്മൾ സത്സംഗം നടത്തുന്നുണ്ട്, ഹരേ കൃഷ്ണ ഒരാൾക്കാർ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മളെങ്ങനെ മുങ്ങാം അവിടെ എന്ന് നോക്കിയാണ് ആദ്യം നടന്നത്. അപ്പൊ എങ്ങനെ പോകാതിരിക്കാന്ന് പല മാർഗങ്ങളും നോക്കി.
അപ്പോ പലതൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അവരോട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് എന്റെ വീട്ടിലാണ് അവർ വരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് മുഖേനയാണ് അവരെ പരിചയപ്പെട്ടത്. അവർ 50 കിലോമീറ്റർ സഞ്ചരിച്ചാണ് വരുന്നത്. അപ്പോ നിങ്ങൾ എന്തായാലും കുടുംബസഹിതം അവിടെ വരണം. അവിടെ പ്രസാദം, അന്ന് ഭക്ഷണം ഉണ്ടാവുന്ന പറയുന്നത്. ഭക്ഷണത്തിന് ചിലപ്പോൾ ഒരു അട്രാക്ഷൻ ആണ്, പ്രസാദത്തിനെ കുറിച്ചൊന്നും അറിയില്ല. ഭക്ഷണമൊക്കെ ഉണ്ടാവും, വരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ പോയില്ലെങ്കിൽ അദ്ദേഹം ദേഷ്യപ്പെടുമോ എന്നൊക്കെ വിചാരിച്ച് നമ്മളങ്ങനെ ചെന്നതാണ്. പക്ഷെ അതൊരു ഞാൻ പറയുകയാണ് പ്രഭു. അപ്പൊ അതുപോലെ സാഹചര്യങ്ങളാണ്. പക്ഷെ അത് എന്നെ ഇന്ന് ഇവിടെ കൊണ്ടെത്തിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ഇന്ന് നന്ദി പറയുന്നു. അദ്ദേഹത്തിന് ഇന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറയും, താങ്കൾ ഒരു വ്യക്തി കാരണമാണ് എനിക്ക് എന്തെങ്കിലും കിട്ടാൻ, ഒരു 0.0000% എങ്കിലും കിട്ടാനായിട്ട് അത്രയും പോലും ഉണ്ടാവില്ല. ആയിട്ടുണ്ടെങ്കിൽ അത് കാരണക്കാരൻ അദ്ദേഹമാണ്. ഞാൻ അദ്ദേഹത്തിനോട് നന്ദി പറയാറുണ്ട്. മാത്രമല്ല അദ്ദേഹം അത്രയൊന്നും മുന്നോട്ട് വന്നില്ല, പക്ഷെ പുറകോട്ടും പോയിട്ടില്ല. എവിടെയൊക്കെയോ നിൽക്കുന്നുണ്ട് തടഞ്ഞ്. അപ്പൊ ഞങ്ങൾ അദ്ദേഹത്തിന് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ ജീവിതത്തിൽ ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ യുദ്ധം അത് കണ്ടാൽ നമുക്ക് ആ ഒരു ഭൗതിക കാര്യങ്ങൾ ആർജിക്കാനുള്ള ഒരു വ്യഗ്രതയായിരിക്കും. പക്ഷെ ഒരു സമയത്ത് അത് കുറെ കഴിയുമ്പോൾ അടുപ്പ് വരുമായിരിക്കും. ചിന്ത വരാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് കഴിഞ്ഞു മാത്രമല്ല ആൾക്കാർ വേറെ 80 പേരെ ആൾക്കാർ